എല്ലാവർക്കും IOMൻ്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് നമ്മുടെ 10th സ്റ്റേറ്റ് സിലബസിൻ്റെ ക്രിസ്മസ് എക്സാമിനോടനുബന്ധിച്ച് ചെയ്യാൻ പോകുന്ന ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിൻറ്റ്സ് 30 ആൻഡ് 70 ഈസ് ഡാഷ്. അതായത് 30 എന്ന് പറയുന്ന നമ്പറും അതുപോലെ എന്താണ് 70 എന്നീ നമ്പറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ വൈക്ക് മാറ്റമൊന്നുമില്ല, വൈ വാല്യൂ എന്താണ്ടാ 0 ആണല്ലേ, മാറ്റമൊന്നുമില്ല. എക്സ് വാല്യൂ ആണ് മാറുന്നത്. എത്രയാണ്? ഇവിടെ എക്സ് വാല്യൂ 3യും ഇവിടെ എക്സ് വാല്യൂ എന്താണ്ടാ 7ഉം ആണ്. അപ്പോൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? ഡിസ്റ്റൻസ് 7ൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ മതി? 3 മൈനസ് ചെയ്താൽ മതി. 7 മൈനസിൽ എത്രയാണ്ടാ 4 ആണ് ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി കുറച്ചും കൂടെയൊക്കെ എന്താണ് കാര്യമായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷനൊക്കെ ഉപയോഗിക്കാം. റൂട്ട് ഓഫ് എന്താണ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് അതുപോലെ y2 മൈനസ് y1 ഹോൾ സ്ക്വയർ, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ ഒന്നും യഥാർത്ഥ ആവശ്യമില്ല. റൂട്ട് ഓഫ് s2 എന്ന് പറഞ്ഞാൽ ആര്? s2, ഇത് x1, ഇത് y1, ഇത് s2, ഇത് y2. വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി കേട്ടോ, നിർബന്ധമില്ല. s2 എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? 7 ആണ്. x1 എന്ന് പറഞ്ഞാൽ ആരാണ്ടാ? 3 ആണ്. 7 മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് y2 0 ആണ്. y1 എന്താണ്ടാ? 0 മൈനസ് 0 ഹോൾ സ്ക്വയർ. സോ ഫൈനൽ ആൻസർ എന്ത് കിട്ടും നമുക്ക്? ആൻസർ റൂട്ട് ഓഫ് 7 മൈനസ് 3 എന്താണ്? 4ൻ്റെ സ്ക്വയർ പ്ലസ് 0യുടെ സ്ക്വയർ. 4ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 പ്ലസ് 0 എന്ത് കിട്ടും? ആൻസർ 60. ആൻസർ 4 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 മാർക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സൈൻ എ ഈക്വൽ ടു 3/5. അങ്ങനെ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? കോസ് എ കണ്ടുപിടിക്കണം. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോണസ്. അതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോണസ്. അതായത് നമ്മൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതെന്താണ്ട? ഇത് എ ആണ്. ഇതെന്താണ്ട? എ ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെന്നറിയാം? 3/5 എന്നറിയാം. അപ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡ്, എയുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്ട? ഇതല്ലേ, ഇതാണ് എത്ര? 3. 5 എന്ന് പറഞ്ഞാൽ ഹൈപ്പോണസ്. അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് ആണ് എപ്പോഴും ഹൈപ്പോണസ്. അത് എത്രയാണ്ട? 5 ആണ്. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് 5ഉം 3 യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആരെ കണ്ടുപിടിക്കാം? ഈ ബേസ് കണ്ടുപിടിച്ചൂടെ? ബേസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ബേസ് സ്ക്വയർ ഈക്വൽ ടു പറഞ്ഞു ഹൈപ്പോണസ് സ്ക്വയർ മൈനസ് എന്താണ്ടാ? ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ ഹൈപ്പോണസ് ആരാണ്? 5 ആണ്. 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാണ്ട? 25 മൈനസ് 3 സ്ക്വയർ 9. 25 മൈനസ് 9 എത്രയാണ്ട? 16. നമുക്ക് ബേസ് അല്ലേ വേണ്ടത്. അപ്പോൾ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ട് 16. റൂട്ട് 16ൻ്റെ വാല്യൂ എത്രയാണ്ട? 4. അപ്പം ബേസ് 4 അല്ലേ. നമുക്ക് അങ്ങനെയാണെങ്കിൽ വേണ്ട ആരാണ് വേണ്ടത്? കോസയിലാണ് വേണ്ട. കോസ. അപ്പോൾ കോസ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കോസ ഈക്വൽ ടു കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോണസ് അല്ലേ. സമീപവശം ബൈ കർണം. അപ്പോൾ എയുടെ സമീപവശം ആരാണ്? അടുത്ത് കിടക്കുന്നത് 4ഉം അടുത്ത് കിടപ്പുണ്ട്, 5ഉം എന്താണ് അടുത്ത് കിടപ്പുണ്ട് അല്ലേ. 4ഉം 5ഉം അഡ്ജസൻ്റ് ആണ്. പക്ഷേ 5 ഓൾറെഡി എന്താണ്? ഹൈപ്പോണസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ആരെ സെലക്ട് ചെയ്യും? അഡ്ജസൻ്റ് സൈഡായിട്ടുള്ള 4നെ സെലക്ട് ചെയ്യും. അപ്പോൾ 4 ബൈ എന്താണ്ട് ഹൈപ്പോണസ് എത്ര തന്നെയാണ്? 5 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്ട? 4/5. ഇപ്പോഴും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. x സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു 96. ഫൈൻഡ് ദി പോസിറ്റീവ് വാല്യൂ ഓഫ് എക്സ് അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് 4x ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 4x എന്ന് പറഞ്ഞാൽ എത്രയാണ്ട? 96 ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം? എക്സിൻ്റെ പോസിറ്റീവ് വാല്യൂസ് കണ്ടുപിടിക്കണം. നമുക്കിവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആയിരിക്കണം. ഇവിടെ 1 ആണല്ലോ, കാരണം വേറെ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും എസ് സ്ക്വയറിൻ്റെ ഫ്രണ്ടിലില്ല. അതൊന്നായിരിക്കണം. അതുപോലെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഈവൺ നമ്പറുമാണ്, 4 ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്താണ്? എസ് സ്ക്വയർ പ്ലസ് 4x അതുപോലെ എഴുതുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്? 4 ആണല്ലേ. 4ൻ്റെ ഹാഫ് എത്രയുണ്ട? 2. 2ൻ്റെ സ്ക്വയർ 2 സൈഡിലും എന്ത് ചെയ്യുക? അങ്ങ് ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ xi പ്ലസ് i 2i. അപ്പോൾ എക്സ് പ്ലസ് 2 ഓൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് ആരുടെ? എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 2 സ്ക്വയർ എന്ന് പറയുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലാരാണ്? 96 പ്ലസ് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട? 4 ആണ്. അങ്ങനെയാണെങ്കിൽ എസ് പ്ലസ് 2 ഓൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ്? 96 പ്ലസ് 4 എത്രയുണ്ട? 100 ആണല്ലേ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ് പ്ലസ് ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താ കൂടെ റൂട്ട് ആവും അല്ലേ, റൂട്ട് 100. റൂട്ട് 100ൻ്റെ വാല്യൂ എത്രയാണ് 10 ആണ്. നമുക്കിവിടെ പോസിറ്റീവ് വാല്യൂ മതി, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ 10 എടുക്കുകയാണ്. അപ്പോൾ ഈ പ്ലസ് ടു അപ്പുറത്ത് പോകുമ്പോൾ എന്താവും 10 മൈനസ് 2. 10 മൈനസ് 2 എത്രയാണ് 8 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. എന്ത് കിട്ടും 8. 10 മൈനസ് 2ൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ എന്താണ്ട പോസിറ്റീവ് വാല്യൂ എന്തെന്ന് കിട്ടും 8 എന്ന് കിട്ടും. വളരെ ഈസിയാണ് ഈ പ്രോബ്ലം. ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് കിട്ടും 2 മാർക്ക് ഇതാ ഫ്രീ ആയിട്ട് കിട്ടി. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ദ 10th ടൈം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 5, 8, 11 അല്ലേ. 5, 8, 11 എന്ന് പറയുന്ന ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 10th ടൈം എഴുതണം. എങ്ങനെ എഴുതും? നമ്മുടെ സീക്വൻസ് 5, 8, 11 എക്സെട്ര അല്ലേ. അപ്പോൾ അങ്ങനെ ഡി എന്തായിരിക്കും ഡി 11 മൈനസ് 8 ചെയ്ത് നോക്കാം അല്ലേ. ഒരു ടേം ഫസ്റ്റ് ടേം ഒഴികെ ഒരു ടേം സെലക്ട് ചെയ്യുക, അതിന് തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള നമ്പർ മൈനസ് ചെയ്യുക. 11 മൈനസ് 8 എത്ര കിട്ടും? 11 മൈനസ് 8 നമുക്ക് 3 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് 10th ടൈം. 10th ടൈം എന്ന് പറയുമ്പോൾ x10 ആണ് നമുക്ക് വേണ്ടത്. നമുക്കിവിടെ ആരെ അറിയാം? ഫസ്റ്റ് ടൈം അറിയാമല്ലോ, x1 അറിയാമല്ലോ. 1നോടൊപ്പം എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 10 കിട്ടുന്നത്? 9 അല്ലേ. അപ്പോൾ പ്ലസ് 9d നമ്മൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. അപ്പോൾ x1 ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ ആരാണ് ഫസ്റ്റ് ടൈം? ഫസ്റ്റ് ടൈം 5 ആണ്. 5 പ്ലസ് 9 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എത്രയാണ്ട 3 ആണ്. അപ്പോൾ 5 പ്ലസ് 27. 5 പ്ലസ് 27 എത്രയാണ്ട 32. അതായത് 10th ടൈം എന്ന് പറയുന്നത് എന്താണ്ട 32 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ 10th ടൈം ആൻഡ് 20th ടൈം അല്ലെ. 10th ടൈമും 20th ടൈമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അറിയേണ്ടത്. അത് വളരെ ഈസിയാണ്. അതായത് 10th ടൈം അല്ലെ x10ഉം x20യും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് അറിയേണ്ടത്. s20 എന്ന് പറഞ്ഞ് s20 ഞാൻ എന്താണ് s10 എന്ന് എഴുതി. അതായത് 10നോടൊപ്പം എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത്? പ്ലസ് എത്രയാണ്ട പ്ലസ് പറഞ്ഞേ പ്ലസ് 10d തന്നെയാണല്ലേ. 10d ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? s20 തന്നെ കിട്ടുന്നത്. അപ്പോൾ s10നോടൊപ്പം 10d ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 20 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ s10 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? മൈനസ് ആവും അല്ലേ. അപ്പോൾ s20യിൽ നിന്ന് x10 മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 10d ആണ്. അതായത് 10 ഇൻറ്റു ഡി എന്ന് പറയുന്നത് എത്രയാണ്? ഡി ഇവിടെ 3 ആണ്. സോ 10 ഇൻറ്റു 3 എന്താണ്? 30 ആണ്. ഈ പറയുന്ന 10th ടേമും 20th ടേമും തമ്മിലുള്ള ഡിഫറൻസ്. വളരെ ഈസിയാണ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? മാർക്ക് 2 മാർക്ക് കിട്ടുന്നുണ്ട്. അടുത്ത ദിവസം നോക്കി. ഡ്രോ ദി കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് മാർക്ക് ദി പോയിൻറ്റ്സ് A00, B34 ആൻഡ് C-24 അല്ല. എന്താണ് നമുക്ക് എന്താണ് ഈ പറയുന്ന സൂചക അക്ഷരങ്ങൾ വരച്ച് നമ്മൾ എന്ത് വരയ്ക്കണം? നമുക്ക് എ എന്നും ബി എന്നും സി എന്നും പറയുന്ന ഈ 3 പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം? അതിനകത്ത് മാർക്ക് ചെയ്യണം അല്ലേ. ഇത് വളരെ ഈസിയാണ്. തന്നെ നോക്കി. ഇതാണ് നമ്മുടെ XY ആക്സിസ് അല്ലേ. ഇത് എക്സ്, ഇതെന്താണ്ട എക്സ് ഡാഷ്, ഇത് വൈ ഡാഷ്. നമുക്ക് ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഏതാണ്ട A 0,0. ഇത് തന്നെയാണ് 0,0 എന്ന് പറയുന്നത് അല്ലേ. എ എന്ന് പറഞ്ഞ പോയിൻ്റ് തന്നെ 0,0. നെക്സ്റ്റ് നമുക്ക് അടുത്ത് വേണ്ടത് ആരാണ്? ബി ആണല്ലേ വേണ്ടത്. ബി എന്ന് പറഞ്ഞാൽ x3യും അല്ലേ. ബി എന്ന് പറയുന്നത് എന്താ 3,4 ആണ്. 3,4 എന്ന മീനിങ് എന്താണ്? x3യും വൈ എന്താണ്ട 4. അപ്പോൾ x3 എന്താ x3യും വൈ എന്താണ് 4. അപ്പോൾ ഇതല്ലേ പോയിൻ്റ്. അപ്പോൾ ആ പോയിൻ്റ് ഏതാണ്ട 3,4. ഏതാണ്ട 3,4. നെക്സ്റ്റ് അടുത്ത പോയിൻ്റ് ഏതാണ്? -20. അപ്പോൾ സി എന്ന് പറഞ്ഞ പോയിൻ്റ് ഏതാണ്ട -2,0 എന്ന് പറഞ്ഞാൽ എക്സ് വാല്യൂ ഉണ്ട്, പക്ഷേ വൈ വാല്യൂ എന്താണ്? ഇല്ല എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റ് ഏത് ആക്സിസിലായിരിക്കും? അത് എക്സ് ആക്സിലായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് പോയിൻ്റ്. -2 ഇതല്ലേ. അപ്പോൾ -2,0 ഇത് തന്നെയാണ് പോയിൻ്റ്. സി എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ഈ ഒരു 3 പോയിൻ്റ് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ എത്ര മാർക്ക് കിട്ടും? 3 മാർക്ക് കിട്ടും. ഇനി അടുത്ത ദിവസം നോക്കിയാടാ. പ്രൂവ് ദാറ്റ് ദി പോയിൻറ്റ്സ് 1, 3, 4, 3 ആൻഡ് 1, 7 ആർ ദി വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഇത് 3ഉം ഒരു ട്രയാങ്കിളിൻ്റെ ശീർഷങ്ങളാണ്. നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതായത് 3 അല്ലേ. നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഇതിനെ എ ബി സി എന്ന് എടുക്കണം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താണ്? A00 എ എന്ന് പറഞ്ഞാൽ 1, 3 അല്ലേ. ക്വസ്റ്റ്യൻ മാറിപ്പോയി. എ എന്ന് പറഞ്ഞാൽ എന്താണ്ട 1, 3. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ ഏതാണ്? 4, 3. സി എന്ന് പറഞ്ഞാലാണ് C1, 7. വേറെ ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എ ബിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ബി സി കണ്ടുപിടിക്കുക, എ സി കണ്ടുപിടിക്കുക. അതിനുശേഷം അത് പൈതഗോറസ് തിയറം ഒബേ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് എ ബി അല്ലേ. അപ്പോൾ എ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതാണ് √(S2 - x1) ഹോൾ സ്ക്വയർ
പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ അല്ലേ. ഇവിടെ എ ബി നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ 1, ഇവിടെ എക്സ് 4. അപ്പോൾ ഞാൻ എന്താണ് റൂട്ട് ഓഫ് 4 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത y എത്രയുണ്ടാ, ഇവിടെ 3യും ഇവിടെ ഏതാണ്ടാ 3യും ആണല്ലേ. അപ്പോൾ 3 മൈനസ് 3 ഹോൾ സ്ക്വയർ സീക്വൽ റൂട്ട് ഓഫ് 4 1 എത്രയുണ്ടാ 3 സ്ക്വയർ പ്ലസ് 3 മൈനസ് 3 എന്താണ് 0 സ്ക്വയർ. അപ്പോൾ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാ 9 ആണല്ലേ. 9 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 9. റൂട്ട് 9ൻ്റെ വാല്യൂ എത്രയാണ് 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എ ബിയുടെ ലെങ്ത് എത്ര കിട്ടി, എ ബിയുടെ ലെങ്ത് 3 കിട്ടി. എ ബിയുടെ ലെങ്ത് എത്ര കിട്ടിയടാ 3 കിട്ടി കേട്ടോ. എ ബിയുടെ ലെങ്ത് 3 ആണ്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആരെ കണ്ടുപിടിക്കാം, അടുത്തത് എ സി കണ്ടുപിടിക്കാം. എ സി അപ്പോൾ എ സി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എ സി ഈക്വൽ ടു അവിടെ അതുപോലെ തന്നെയാണ് റൂട്ട് ഓഫ് എക്സ് വാല്യൂസ് എടുക്കുക. ഇവിടെ ഏതാണ് 1, ഇവിടെ ഏതാണ്ട് ഇവിടെ 1 അല്ലേ. ഇവിടെ 1ഉം ഇവിടെ 1ഉം ഇവിടെയും 1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് ഇവിടുത്തെ y വാല്യൂ ഏതാണ്ട് 3യും ഇവിടെ 7ഉം അല്ലേ. അപ്പോൾ 7 മൈനസ് 3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് നോക്കേണ്ട ആവശ്യമില്ല. 1 മൈനസ് 1 പോയി. ബാക്കി 7 3 എത്രയുണ്ടാ 4. 4ൻ്റെ സ്ക്വയർ എത്രയുണ്ട് 4ൻ്റെ സ്ക്വയർ 16. അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് അടുത്തടുത്ത് വന്ന് എന്തായി പോകും, ക്യാൻസലായി പോകും അല്ലേ. ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും 4 എന്ന് കിട്ടും. അപ്പോൾ ആ ലെങ്ത് നമുക്ക് 4 എന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് ബി സി നോക്കാം. ബി സി ചിലപ്പോൾ ഞാൻ വരച്ചൊരു മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് നമ്മൾ ചുമ്മാ എഴുതുന്നതേ ഉള്ളൂ. അത് ബി സി കൊള്ളുന്നുണ്ടോ ബി സി എന്ന് പറയുമ്പോൾ എന്താണ് റൂട്ട് ഓഫ് എക്സ് വാല്യൂ ഇവിടെ 4ഉം ഇവിടെ 1ഉം ആണല്ലേ. അപ്പോൾ 4 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് അടുത്തതാണ്ട y വാല്യൂടെ 7ഉം 3ഉം ആണ്. അപ്പോൾ 7 മൈനസ് 3 ഹോൾ സ്ക്വയർ. അപ്പോൾ എന്തായിരിക്കും പറയുക റൂട്ട് 4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്ടാ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 4 സ്ക്വയർ 16. സോ വാല്യൂ എന്ത് കിട്ടും റൂട്ട് 25. അതിൻ്റെ വാല്യൂ എന്താണ്ടാ 5 ആണ്. അപ്പോൾ ഞാൻ വരച്ച ഫിഗർ തെറ്റാണ്. ഇതല്ല ഫിഗർ ഇങ്ങനെയല്ല വരേണ്ടത്. ഫിഗർ വരേണ്ടത് എന്താണ്, നിങ്ങളിങ്ങനെ വരയ്ക്കുക. ഏറ്റവും വലിയ ലെങ്താണ് 5 അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്തായിട്ട് കൊടുക്കാം ഹൈപ്പോട്ടനസ് ആയിട്ട് കൊടുക്കാം. ബാക്കി 3യും 4ഉം എന്തായിട്ട് കൊടുക്കാം ബേസ് ആയിട്ട് കൊടുക്കുക. പൈതഗോറസ് ഒബേ ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. കിട്ടുന്നുണ്ടോ 5 സ്ക്വയർ ഈക്വൽ ടു അല്ലേ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു അല്ലേ. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പം ബേസ് 4 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എത്രയുണ്ടാ 3 സ്ക്വയർ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 25 ഈക്വൽ ടു 16 പ്ലസ് 9 അല്ലേ. 16 പ്ലസ് 9 25 ആണല്ലോ. കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഈ പറയുന്ന 3 പോയിൻറ്റ്സ് ഏതൊക്കെയാണ് 1 3 4 3 പിന്നെ ഏതാണ്ട് 1 7. ഇത് എന്ത് തന്നെയാണ് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം അങ്ങ് ഉറപ്പിക്കാം. ഓക്കെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 3 മാർക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. അടുത്ത ദിവസം നോക്കിയേ. കോമൺ ഡിഫറൻസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 4 അല്ലേ. കോമൺ ഡിഫറൻസ് അത് പൊതു വ്യത്യാസം എത്രയുണ്ട പൊതു വ്യത്യാസം 4 ആണ്. ഡി എത്രയുണ്ട 4 ആണ്. ആൻഡ് ഇസ് 12th ടേം ഈസ് 66 അല്ലേ. 12ാമത്തെ പദം എത്രയുണ്ട 66. അതായത് x12 എത്രയാണ് 66 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഫസ്റ്റ് ടേം അല്ലേ. ആദ്യ പദം നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. അതായത് x1 എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. നമുക്ക് ആരെയും അറിയാം x12 അറിയാം അല്ലേ. x1ഉം x1 x12 എന്താണ് ഈക്വൽ അല്ല. x12ൽ നിന്ന് 11d മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടുന്നത് x1 കിട്ടുന്നത് അല്ലേ. 12ൽ നിന്ന് 11 മൈനസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് 1 കിട്ടുന്നത്. അപ്പോൾ x12 മൈനസ് എന്താണ്ട 11d. അപ്പോൾ x12 എത്ര നമുക്കറിയാം 66 എന്നറിയാം. മൈനസ് 11 ഇൻറ്റു ഡി എത്രയുണ്ട് ഡി എന്ന് പറഞ്ഞാൽ 4 ആണല്ലേ. അപ്പോൾ 66 മൈനസ് 44 എത്രയാണ് ആൻസർ 20 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടൈം എത്രയാണ് ഫസ്റ്റ് ടൈം 20 ആണ്. 20 അല്ല ആൻസർ 22 ആണ്. 22 66 മൈനസ് 44. സോ ഫസ്റ്റ് ടൈം ഇവിടെ എന്താണ്ടാ നമുക്ക് 22 എന്ന് കിട്ടും. അടുത്ത രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ നോക്കി. നമുക്ക് S23 ടേംസിൻ്റെ സം വേണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ത് ചെയ്യുക 23 എന്ത് നമ്പറാണ് 23 ഒരു ഓഡ് നമ്പർ അല്ലേ. അപ്പോൾ 23 ഇൻറ്റു 23 പ്ലസ് 1 1/2 23 പ്ലസ് 1 എത്രയാണ്ടാ 24/2 എത്രയാണ് 12 അല്ലേ. 12th ടൈം കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഈ 23 എന്ത് ചെയ്താൽ മതി 12th ടൈം കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതായിരിക്കും ഈ 23 ടൈമിൻ്റെ സം ഇക്വലൻ്റ്. അപ്പോൾ S23 ഇങ്ങനെ ഒരു ഈവൺ നമ്പർ അല്ല ഒരു ഓഡ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ഓഡ് നമ്പറിൻ്റെ സമ്മാണ് ചോദിക്കുന്നതെങ്കിൽ ആ ഓഡ് നമ്പർ ഇൻറ്റു എന്താണ്
അതിൻ്റെ മിഡ് പോയിന്റ് 23 + 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവിടെ 24. 24ൻ്റെ പാതി എത്രയാണ്? 12. 12ാമത്തെ ടൈം ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന് ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആൻസർ എന്ന് പറഞ്ഞാൽ 23 × 66 ഇക്വലൻ്റ് ആയിരിക്കും. അപ്പോൾ 23 × 66 എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? അതിൻ്റെ ആൻസർ 1518. സോ 23 ടൈമിൻ്റെ സം എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാ? 1518. അവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. ഇൻ ദി ഫിഗർ പി ക്യു ഇസ് എ ടാൻജൻറ്റ്. പി ക്യു എന്താണ്ടോ? പി ക്യു ഇതുണ്ടോ? പി ക്യു എന്താണ്? ഒരു ടാൻജൻ്റ് ആണ്. പി ക്യു എന്താണ്ടോ? ഒരു ടാൻജൻ്റ് ആണ്. ആംഗിൾ എ സി പി എത്രയുണ്ടാ? 60 ഡിഗ്രിയാണ്. അതുപോലെ ആംഗിൾ ബി എ സി എത്ര ഡിഗ്രിയാണ്ടാ? 40 ഡിഗ്രി. ബി എസ് സി എത്ര ഡിഗ്രിയാണ്ടാ? 40 ഡിഗ്രി. അല്ല, ഇവിടെ 70 ആണേ. ക്വസ്റ്റ്യനിലെ മിസ്റ്റേക്കാണ്. അവിടെ 70 ഡിഗ്രി. ഈ ഒരു താഴത്തെ ഫിഗർ നോക്കിക്കോളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന് മുമ്പ് ഒരു കുറച്ച് ബേസിക് ആയിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്, നോക്കിക്കോണേ. ഇത് എന്താണ്? ഒരു ട്രയാങ്കിൾ. നടുക്കുള്ള ഈ പച്ച എന്താണ് ലൈൻസ് ബോർഡർ ഇട്ട് വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ, അതിൻ്റെ സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിലെന്താണ് ഓരോ വെർട്ടിസസ് കോർണർ പോയിന്റ്. ഇതാണ് കോർണർ പോയിന്റ്. ഈ കോർണർ പോയിന്റ് നമ്മൾ ബേസ് ചെയ്ത് എന്ത് വരച്ചിട്ടുണ്ട്? ടാൻജൻസ് വരച്ചിട്ടുണ്ട്. ടാൻജൻസ്. അപ്പോൾ ഇവിടെ ഒരു കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇത് 2 ആംഗിൾ എന്തായിരിക്കും ഇവിടെ? എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് ഈ 2 ആംഗിളും എന്താ? ഈ ഒരു ആംഗിളും എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. ഈ ഒരു 3 ആംഗിളും സെയിം ആയിരിക്കും. ഇവിടെ നമ്മൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഈ ഒരു കൺസെപ്റ്റിൽ പറയുമ്പോഴും അതങ്ങനെ തന്നെയാണ്. അതായത് സപ്പോസ് ഞാൻ ഇവിടെ ഒരു ആംഗിൾ, ഒരു 2 ടാൻജൻറ്റ് വരയ്ക്കണമെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. ഇത് ഇവിടെ നമ്മൾ വരയ്ക്കുകയാണ്. ഇങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇവിടെ? ഇത് 60 ആയിരിക്കും. ഇത് 2 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത് എക്സ്. അതുപോലെ ഇത് വൈ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? വൈ ആയിരിക്കും. അതുപോലെ ഈ ആംഗിളും എന്തായിരിക്കും? വൈ ആയിരിക്കും. അവിടെ പ്രത്യേകിച്ച് ആംഗിളൊന്നും പറയുന്നത്. ഇത് 60 70 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ഇവിടെ? ഈ ആംഗിൾ എത്രയായിരിക്കും? പറഞ്ഞേ. 60 + 70 എത്രയാണ്? 60 + 70 എത്രയാണ്ടാ? 0 130. 180 130 പോയാൽ എത്രയാണ്? 180 - 130 എത്രയാണ്? 50 ആണ്. 50. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്ടാ? 50. എത്രയാണ്? 50. അപ്പോൾ ഈ ആംഗിൾ 50 ആണെങ്കിൽ ഈ 2 ആംഗിളും സ്വാഭാവികമായിട്ട് എത്ര തന്നെയാണ്? 50 തന്നെയാണ്. മാറ്റമൊന്നുമില്ല. അപ്പോൾ അടുത്ത കൺസെപ്റ്റ് ഇവിടെ ഇതാ, ഈ 2 ആംഗിൾ Z ആണെങ്കിൽ ഈ മൂന്നാമത്തെ ഈ ആംഗിൾ എന്തായിരിക്കും? Z തന്നെയായിരിക്കും. അപ്പോൾ ഇത് 70 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 70. ഇത് എത്രയായിരിക്കും ഇവിടെ? 70 ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ എഴുതാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആംഗിൾ ബി എത്രയായിരിക്കും? ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ABC. ആംഗിൾ ABC എത്രയായിരിക്കും? 60 ആണ്. എത്രയാണ്ടാ? 60 ഡിഗ്രി. അടുത്ത BCQ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആംഗിൾ നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്? 70. എത്രയാണ്ടാ? 70. BCQ എത്രയാണ്? 70 ഡിഗ്രി. അടുത്ത നമുക്ക് വേണ്ട ഏതാണ്ടാ? BCA എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എത്ര നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു? 50. എത്രയാണ്? BC എത്രയാണ്ടാ? 50 ഡിഗ്രി. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ. അവിടെ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ചിത്രത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പിക്ചറിൽ എന്താണ്? ABCD എന്താണ്ടാ? കോഡാണ്. എ ബിയും പിന്നെ ഏതാണ്ടാ? ABയും CD എന്താണ്? കോഡ്സ് ആണ്. ഓക്കെ. ABയും അതുപോലെ എന്താണ്? CD എന്താണ്ടാ? കോഡ്സ് ആണ്. അതുപോലെ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ കോഡ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇത് പി എന്ന് പറഞ്ഞ പോയിൻ്റ്. അത് മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. നമുക്ക് C മുതൽ D വരെ ഞാൻ ഒരു പിക്കൽ മാർക്ക് ചെയ്യാം. C മുതൽ D വരെ എത്രയാണ്ടാ? 7 ആണ്. അതുപോലെ P മുതൽ D വരെ എത്രയാണ്ടാ? 3 ആണ്. 3. അതുപോലെ P മുതൽ B വരെ എത്രയാണ്? 2 ആണ്. 2. നമുക്ക് വേണ്ടത് PCയുടെ നീളം വേണം. PC എത്രയാണെന്ന് പറഞ്ഞു. PC എത്ര ഇരിക്കുന്നു? എനിക്ക് PC നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? PC = നിങ്ങൾ തന്നെ പറഞ്ഞത് ഫുൾ ലെങ്ത് എത്രയാണ്? ഫുൾ ലെങ്ത് 7 ആണ്. 7 - അതിൽ PDയുടെ ലെങ്ത് എന്ന് നമുക്കറിയാം 3 എന്ന് പറയാം. അപ്പോൾ 7 - 3 എത്രയാണ്ടാ? 4. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ആൻസർ എത്ര കിട്ടി? 4 എന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ PA ആണ്. നമുക്ക് ഇവിടുത്തെ റൂളുണ്ട്. എന്താണ് ഇവിടുത്തെ ഇക്വേഷൻ പറഞ്ഞേ? PA × PB = പറഞ്ഞു PC × PD. അപ്പോൾ അതിൽ PA നമുക്കറിയാമോ? PA എത്രയെന്ന് അറിയാം? P മുതൽ A വരെ അറിയില്ല. നമുക്കതാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടതല്ലേ. അപ്പോൾ PA × PB അറിയാം. P മുതൽ B വരെ എത്രയെന്ന് അറിയാം? 2 എന്നറിയാം. PC P മുതൽ C വരെ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? PC 4 ആണ്. 4 × PD P മുതൽ D വരെ എത്രയെന്ന് അറിയാം? P മുതൽ D വരെ അത് 3 ആണ്.
നമുക്ക് പി എ അല്ലേ വേണ്ടത്. അപ്പോൾ ഇൻറ്റു ദ 2 അപ്പുറത്തും എന്താവും? ഡിവൈഡ് ആവും. 4/3/2. ഈ ഒരു 4 കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. സോ 2 × 3 എത്രയെന്ന് കിട്ടും? 6 ആണ് എന്തിൻ്റെ ആൻസർ? പി എയുടെ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 1 is asked to say a natural number less than 20. ഒരാളോട് എന്താണ് ഒരു നാച്ചുറൽ നമ്പർ 20ൽ താഴെയുള്ള നാച്ചുറൽ നമ്പർ പറയാൻ ആവശ്യപ്പെടുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ആൻ ഓഡ് നമ്പർ? അതൊരു ഓഡ് നമ്പർ ആകാനായിട്ടുള്ള പ്രോബിലിറ്റി എന്താണ്? നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി എ പ്രൈം നമ്പർ? അതെന്താണ്? ഒരു പ്രൈം നമ്പർ ആവണം അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീയിങ് ആൻ ഓഡ് നമ്പർ? അതൊരു ഒറ്റസംഖ്യ ആകാനായിട്ടുള്ള പ്രോബിലിറ്റി എത്രയാണ്? ഓഡ് നമ്പർ നമുക്ക് ഏതൊക്കെയെന്ന് അറിയാം, പക്ഷേ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ആ ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഏതൊക്കെയുണ്ടാ? 1, 3, 5, 7, 9, 11, 13, 15, 17, 19. എന്താണ്? 20K എന്താണ്? താഴെയാണല്ലേ, ലെസ് ദാൻ ആണ്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ്, എത്ര നമ്പർ ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആകെ എത്ര നമ്പേഴ്സ് ഉണ്ടാ? 10 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 10/1 to 20. ആകെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 20 അല്ലേ. സോ പ്രോബിലിറ്റി എന്താണ്? 10/20 ആയിരിക്കും. അതായത് 10/20. നെക്സ്റ്റ് വൺ, വാട്ട് ഇസ് പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി എ പ്രൈം നമ്പർ? അതൊരു അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ. 1 ഒരു പ്രൈം നമ്പർ ആണോടാ? 1 ഒരു പ്രൈം നമ്പർ അല്ല. 2 ആണ് ഫസ്റ്റ് പ്രൈം നമ്പർ. 2, 3, 5, 7, 11, 13, 17, 19. ഇത്രയാണ് എന്ത്? 20ക്ക് താഴെയുള്ള പ്രൈം നമ്പർ. ഇത് കണ്ട 2, 3, 5, 7, 11, 13, 17, 19. സോ ആകെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 2, 4, 6, 8 ഉണ്ട് അല്ലേ. സോ ആൻസർ എന്തായിരിക്കും? അതിൻ്റെ പ്രോബിലിറ്റി എന്തായിരിക്കും? പറഞ്ഞേ. 8/20. ക്യാൻസൽ ചെയ്യാൻ കേട്ടോ. വേണമെങ്കിൽ ക്യാൻസൽ ചെയ്ത് റെഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് റെഡ്യൂസ് ചെയ്ത് 1/2 എന്ന് എഴുതാം. ഇവിടെ റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ എന്ത് കിട്ടും? ഇവിടെ 2 കിട്ടും. ഇവിടെ എന്താവും? 5 ആവും അല്ലേ. സോ 2/5 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് മാർക്ക് എ പോയിൻറ്റ് 7 cm എവേ ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? 3 cm എന്താണ് റേഡിയസ് ഉള്ള എന്ത് വരയ്ക്കുക? ഒരു സർക്കിൾ വരയ്ക്കുക. 3 cm ആണ്. അപ്പോൾ സർക്കിൾ വരച്ചതിന് ശേഷം എന്താണ്? 7 cm അകലെയുള്ള ഒരു പോയിൻറ്റ്. ഓക്കെ, ഇത് നമുക്ക് O എന്നും ഇതിന് P എന്നും പേര് കൊടുക്കാം. ഈ ലെങ്ത് എത്രയാണ്? 7 ആണ്. അതിനുശേഷം എന്ത് ചെയ്യണം? അതിനുശേഷം ഡ്രോ റേഡിയസ് ഓഫ് സർക്കിളിൻ്റെ റേഡിയസ് 3 cm എന്താണ്? ഒരു സർക്കിൾ വരയ്ക്കുക. അതിന് സെൻറ്ററിൽ നിന്ന് 7 cm ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് അടുത്ത എന്താണ്ടാ? ഹൗ മെനി ടാൻജൻസ് ക്യാൻ ബി ഡ്രോൺ ടു ദി സർക്കിൾ ഫ്രം ദിസ് പോയിൻറ്റ്? സർക്കിളിൻ്റെ ഔട്ടർ പോയിൻറ്റിൽ നിന്ന് സർക്കിളിലേക്ക് എത്ര ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും? നമുക്ക് 2 ടാൻജൻറ്റ് വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലെന്താണ്? നമുക്ക് എഴുതാൻ പറ്റും. എയുടെ പാർട്ടാണ്. എ പാർട്ടിൻ്റെ ആൻസർ എന്താണ്ടാ? 2 ആണ്. ഡ്രോ ദി ടാൻജൻറ്റ് ഫ്രം ദിസ് പോയിൻറ്റ്. ഈ പോയിൻറ്റ് ടാൻജൻറ്റ് വരയ്ക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്കെയിലെടുത്ത് സർക്കിളിലേക്ക് എന്ത് വരയ്ക്കരുത്? 2 ടാൻജൻറ്റ് വരയ്ക്കരുത്. ചെയ്യേണ്ടത് ഈ OP എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക? 7ൻ്റെ ഹാഫിനേക്കാൾ കൂടുതൽ എടുക്കുക. ഏകദേശം ഇത്രയോ, അല്ലെങ്കിൽ ഫുൾ എടുത്താലും പ്രശ്നമില്ല. അതെടുത്തതിന് ശേഷം O എന്ന് പറയുന്ന പോയിന്റിൽ നീഡിൽ വെച്ചതിന് ശേഷം മുകളിലൊരാർക്ക്, അതുപോലെ എന്ത് ചെയ്യണം? താഴെ ഒരാർക്ക്. സിമിലർലി എന്താണ്? ആ ലെങ്ത് മാറ്റാതെ തന്നെ P എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നീഡിൽ വെക്കുക. ആ ആർക്കിനെ എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടും അല്ലേ. അപ്പോൾ ആ പോയിന്റ് എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമ്മുടെ എന്താണ്? ഒരു സർക്കിളിൻ്റെ സെൻറ്റർ ഇതാവണം. സർക്കിൾ പാസ് ചെയ്ത് പോകേണ്ടത് ഓയിലൂടെയും പിയിലൂടെയും പാസ് ചെയ്ത് പോകത്തക്ക രീതിയിൽ എന്ത് വരയ്ക്കുക? സർക്കിൾ വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ 2 പോയിന്റ് കിട്ടും. ഈ 2 പോയിന്റിലേക്ക് പിയിൽ നിന്ന് എന്ത് വരയ്ക്കുക? ടാൻജൻറ്റ് വരയ്ക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ സർക്കിളിലേക്കുള്ള ടാൻജൻറ്റ് വരയ്ക്കേണ്ട ശരിയായ മെത്തേഡ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. There are 20 terms in an arithmetic sequence. Sum of first and last term is 88. അതായത് ഒരു സമാന്തര ശ്രേണിയിലാകെ നമുക്ക് 20 പദങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പദത്തിൻ്റെയും അവസാന പദത്തിൻ്റെയും, അതായത് എന്താണ്? x1 അല്ലേ, x1ൻ്റെയും x20യുടെയും സം എത്രയുണ്ട? 88 ആണ്. ആകെ 20 പദങ്ങളാണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂട്ടി എത്രടാ? 2 x2ഉം
ഇതൊന്ന് കുറച്ചാൽ x19 അല്ലേ? അത് S2-ഉം x19-ൻ്റെയും സമ്മും എത്ര തന്നെയായിരിക്കും? 88 തന്നെയായിരിക്കും, ഒരു മാറ്റവും ഇല്ല. എത്ര തന്നെയായിരിക്കും കൂടെ? 88 തന്നെയായിരിക്കും. വീണ്ടും വേറെ x3-യും x18-ഉം ആണെങ്കിലോ അപ്പോഴും എന്ത് തന്നെയായിരിക്കും? സം എത്ര തന്നെയായിരിക്കും? 88 തന്നെയായിരിക്കും. അതുപോലെ അപ്പോൾ രണ്ടാം പദത്തിൻ്റെയും 19-ാം പദത്തിൻ്റെയും സമ്മും എത്ര തന്നെയായിരിക്കും? അല്ലെങ്കിൽ സെക്കൻഡ് ടേമിൻ്റെയും 19th ടേമിൻ്റെയും സമ്മും എത്ര തന്നെയായിരിക്കും കൂടാ? 88 തന്നെയായിരിക്കും. നെക്സ്റ്റ് നിങ്ങൾ നോക്കിയാൽ 10th ടേമിൻ്റെയും 11th ടേമിൻ്റെയും സം എത്രയായിരിക്കും? ഇങ്ങനെ പോയി x10ൻ്റെയും x11ൻ്റെയും സമ്മും എത്ര തന്നെയായിരിക്കും കൂടാ? 88 തന്നെയായിരിക്കും. അതിനെന്തില്ല? മാറ്റം ഇല്ല. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ 10th ടേം തന്നിട്ടുണ്ട്, 10ാം പദം തന്നിട്ടുണ്ട്. എത്രയെന്ന് അറിയാം? 42 എന്നറിയാം. അപ്പോൾ x10 42 ആണെങ്കിൽ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? x11 അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x11 ഈക്വൽ ടു എന്തായിരിക്കും ഇവിടെ? 88 മൈനസ് 42. സോ 88 മൈനസ് 42 ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 46 എന്ന് കിട്ടും. എത്ര കിട്ടും? 46. അതായത് 11th ടേം ആരാണ് ഉണ്ടാകുക? 11th ടേം 46 ആണ്. അപ്പോൾ നമുക്ക് ബി പാർട്ടിൻ്റെ ആൻസർ എത്രയാണ്? 46 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ കോമൺ ഡിഫറൻസ്. നമുക്ക് ആരൊക്കെ അറിയാം? x10 എത്രയെന്ന് അറിയാം? x10 എന്ന് പറയുന്നത് 10th ടേം അല്ലെ? x10 മൈനസ് കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ x11 അറിയാം. x11 മൈനസ് x10 ചെയ്താൽ പോരെ? x11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 46 ആണ്. അതുപോലെ x10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x10 42 ആണ്. അപ്പോൾ 46 മൈനസ് 42 എത്രയാണ് കോമൺ ഡിഫറൻസ്? 4 എന്ന് കിട്ടും. നെക്സ്റ്റ് അടുത്ത ദിവസം നോക്കിയാൽ ഫൈൻഡ് ദി സം ഓഫ് ഓൾ നമ്പേഴ്സ് ഇൻ ദി സീക്വൻസ്. ഈ സീക്വൻസിലെ എല്ലാ ടേമുകളുടെയും നമുക്ക് എന്ത് വേണം? സമ്മ് വേണം. സമ്മ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. സമ്മിൻ്റെ ഇക്വേഷൻ തന്നെ SN ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn അല്ലേ? നമുക്കിവിടെ ആകെ 20 ടൈമിൻ്റെ സമ്മാണ് വേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ എത്ര കൊടുക്കും? 20 കൊടുക്കും. 20/2 ഇൻറ്റു x1 പ്ലസ് n നമ്മൾ എന്ത് കൊടുക്കും? 20x20. കാരണം ഇതിനകത്ത് ആകെ 20 ടൈമല്ലേ ഇടാവുള്ളൂ. അപ്പോൾ ഫൈനൽ ടൈം ആരായിരിക്കും? S20 ആയിരിക്കും. നമുക്ക് S1 പ്ലസ് S20 ഓൾറെഡി എത്രയെന്ന് അറിയാം? 88 എന്നറിയാം. സോ 20/2 എന്താണ്? 10 ഇൻറ്റു 88. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 880 എന്നുള്ള ആൻസർ കിട്ടും. വളരെ ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇൻ ദി ഫിഗർ PA ആൻഡ് PB ആൻഡ് QR. അത് കണ്ട PA കണ്ടോ? PA ഇതായി PA. ആ ഒരു PA പിന്നെ ഏതാണ്ട PB, അതുപോലെ ഏതാണ്ട QR കണ്ടോ? ഇതെല്ലാം എന്താണ്ട? ഇതെല്ലാം ടാൻജൻസ് ആണ്. ഇതെല്ലാം എന്താണ്ട? ടാൻജൻസ് ആണ്. സർക്കിളിൻ്റെ സെൻറ്റർ ഏതാണ്ട? O ആണ്. ഇത് ലെങ്ത് ഓഫ് ടാൻജൻറ്റ് PA. പിയുടെ ലെങ്ത് എത്രയാണ്ട? പിയുടെ ലെങ്ത് 12 ആണെങ്കിൽ PBയുടെ ലെങ്ത് എത്ര തന്നെയായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞു എത്രയായിരിക്കും? 12 ആയിരിക്കും ആൻസർ. കാരണം സർക്കിളിൻ്റെ ഔട്ടർ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന രണ്ട് ടാൻജൻറ്റ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ PA 12 ആണെങ്കിൽ PB എത്ര തന്നെയാണ്? 12 തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ 12. നെക്സ്റ്റ് വൺ ഫൈൻഡ് ദി പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR. PQRൻ്റെ എന്ത് വേണം? PQRൻ്റെ പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ ഓഫ് PQR അല്ലേ? പെരിമീറ്റർ ഓഫ് എന്താണ്? ട്രയാങ്കിൾ PQR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 3 സൈഡ്സ് ആയിരിക്കും. PQRൻ്റെ 3 സൈഡ് ഏതൊക്കെയാണ് പറഞ്ഞേ? PQ പ്ലസ് PR പ്ലസ് പിന്നെ ഏതാണ്ട QR അല്ലേ? ഈ 3 സൈഡാണ്. നമുക്ക് ഈ മീറ്റ് ചെയ്യണ പോയിന്റ് വേണമെങ്കിൽ എന്താണ്? M എന്ന് കൊടുക്കാം. M എന്ന് കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ PQന് മാറ്റമല്ല, PQന് അതുപോലെ തന്നെ എഴുതുകയാണ്. PR അതുപോലെ തന്നെ എഴുതുകയാണ്. PR. ഈ QR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MQ പ്ലസ് MR അല്ലേ? അപ്പോൾ ഇവിടെ QR പകരം എന്ത് കൊടുക്കാം? QR പകരം MQ പ്ലസ് MR. എന്താണ്ട്? MQ പ്ലസ് MR. അതുപോലെ തന്നെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ് Q ഔട്ടർ പോയിൻ്റാണ്. Q ഔട്ടർ പോയിന്റിൽ നിന്ന് സർക്കിളുകൾ രണ്ട് ടാൻജൻ്റാണ്. QAയും അതുപോലെ എന്താണ്? MQവും അല്ലേ? ഏതാണ്ട MQവും അതായത് MQവിന് ഇക്വലൻ്റ് ആണ്. ഇവിടെ സൈഡിലോട്ട് എഴുതാം. MQവിന് ഇക്വലൻ്റ് ആണ്. MQവിന് ഇക്വലൻ്റ് ആണ്. അതുപോലെ ആര്? QA. MQ ഈക്വൽ ടു QA. MQ ഈക്വൽ ടു 2A. അതുപോലെ ഈ MRന് ഇക്വലൻ്റ് ആണ് ആര്?
RB. അങ്ങനെ ഈക്വൽ ആവാൻ കാരണം എന്താണ്ടാ? എടാ ഈ പിയുടെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ക്യൂ ഒരു ഔട്ടർ പോയിൻ്റ് ആണ്. ഈ ഔട്ടർ പോയിൻ്റ് രണ്ട് ടാൻജൻറ്റ് എപ്പോഴും എന്തായിരിക്കും? ഈക്വലാണ്. അതുപോലെ R എന്നാണ് ഔട്ടർ പോയിൻ്റ്. അപ്പോൾ ആറിൽ നിന്ന് ഈ പോയിൻ്റേക്കുള്ള ലെങ്തും ഈ പോയിൻ്റേക്കുള്ള ലെങ്തും എന്തായിരിക്കും? അതും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് MQ ഈക്വൽ ടു Q എന്ന് എഴുതാനായിട്ടുള്ള കാരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? PQ പ്ലസ് PR പ്ലസ് MQ എന്ന് പറഞ്ഞാൽ ആരെ എഴുതുകയാണ്? QA എന്ന് എഴുതുകയാണ്. അതുപോലെ MR എന്ന് പറഞ്ഞാൽ ആരെ എഴുതുകയാണ്? RB എഴുതുകയാണ്. നോക്കിക്കോ, ഇവിടെ PQവും ഞാൻ PQനോടൊപ്പം ആഡ് ചെയ്യാൻ പോകുന്നത് ഇതാ QA. PQയും Qയും കൂടെ ചേരുമ്പോൾ ആരായി? ഇതാ PQ ഇതാണ്, QA ഇതാണ്. രണ്ടും കൂടെ ചേരുമ്പോൾ അത് ആരായി? PA പ്ലസ്. അതുപോലെ PRും RB എടുക്കുകയാണ്. PR എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ, RB ഇതാണ്. അപ്പോൾ അത് ആരായി? PB ആയി. പിയുടെ ലെങ്ത് എത്രയാണ്? 12. അപ്പോൾ 12 പ്ലസ് 12 എത്രയാണ്ടാ? 24 ആണ്. 24 cm ആണ് എന്ത്? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PQR. സോ അതിൻ്റെ ആൻസർ എന്താണ്? 24 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്തൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതെന്താണ്? റെക്റ്റാങ്കിൾ ആണ്. ഈ റെക്റ്റാങ്കിൾ നമുക്ക് എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ്? ഇൻ ദി ഫിഗർ ദി സൈഡ്സ് ഓഫ് ദി റെക്റ്റാങ്കിൾ ആർ പാരലൽ ടു ദി. ഈ സൈഡ്സ് എല്ലാം എന്താണ്? ആക്സിന് പാരലൽ. നമുക്ക് എന്താണ്? X ആക്സിസ് ഉണ്ട്, അതുപോലെ എന്തുണ്ട്? X ആക്സിസ് ഉണ്ട്, അതുപോലെ Y ആക്സിസ് ഉണ്ട്. ഇതിനെല്ലാം എന്താണ്? ഇത് X ഡാഷ്, Y ഡാഷ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെല്ലാം എന്താണ്? ഇത് പാരലാണ്. മറ്റ് രണ്ട് കോർണർ അല്ലേ, അതായത് എന്താണ്? ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് അതർ ടു വെർട്ടിസസ്. മറ്റ് രണ്ട് മൂലകളുടെ എന്താണ് കോർഡിനേറ്റ്? അതായത് ബിയുടെയും വേണം, ഡിയുടെയും വേണം. നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ള ലൈനിൽ എപ്പോഴും എന്തായിരിക്കും? X ഈക്വൽ ആയിരിക്കും. X എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വെർട്ടിക്കൽ ലൈനിൽ എപ്പോഴും എന്താണ്? X എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമ്മുടെ ട്യൂഷനിലുള്ള പിള്ളേർക്ക് ഒരു എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ വെർട്ടിക്കലായിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താണ്? വെർട്ടിക്കലാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കും? ഇവിടെ X ഈക്വൽ ആയിരിക്കും. ഇനി എന്താണ്? അത് ഹൊറിസോണ്ടൽ ലൈനാണെങ്കിൽ എപ്പോഴും ആരായിരിക്കും ഈക്വലായിട്ട് വരിക? Y ആയിരിക്കും ഈക്വലായിട്ട് വരിക. അപ്പോൾ ഈ CB അല്ലെങ്കിൽ BC എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കൽ ലൈനാണ്. അപ്പോൾ ഇവിടെ X 12 ആണെങ്കിൽ ഇവിടെയും X എത്ര തന്നെയാണ്? 12 തന്നെയാണ്. അതിന് മാറ്റം ഇല്ല. അടുത്ത AD ഒരു വെർട്ടിക്കൽ ലൈനാണ്. അപ്പോൾ ഇവിടുത്തെ AD എന്ന് പറഞ്ഞാൽ ഇവിടെ 7 ആണെങ്കിൽ X കോർഡിനേറ്റ് 7 ആണെങ്കിൽ ഡിയുടെ X കോർഡിനേറ്റ് എത്ര തന്നെയാണ്? 7 തന്നെയാണ്, മാറ്റമില്ല. അപ്പോൾ അതാദ്യം നിങ്ങൾ എഴുതുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻസ് നോക്കാം. ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ ആരൊക്കെയുണ്ട്? DC കണ്ടോ? DC എന്താണ്ട് ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. സോ ഇത് ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ ഇവിടെ എന്താണ്? 7 ആണല്ലേ ഹൊറിസോണ്ടൽ ലൈൻ. ഇവിടെ എന്താണ്? Y വാല്യൂ എന്താണ്ട? 7 ആണെങ്കിൽ ഇവിടെയും Y എത്രയായിരിക്കും? 7 തന്നെയായിരിക്കും. എത്രയായിരിക്കും? 7 തന്നെയായിരിക്കും, ഒരു മാറ്റവും ഇല്ല. അതുപോലെ എന്താണ്ട? ഇവിടെ Y എത്രയാണ്? ഇവിടെ Y എന്ന് പറയുന്നത് അടുത്ത AB എന്താണ്? AB ഒരു വെർട്ടിക്കൽ ലൈൻ കണ്ടോ? ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് AB. അങ്ങനെയാണെങ്കിൽ എയുടെ അവിടുത്തെ എന്താണ്? Y വാല്യൂ എന്താണ്? 3 അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് തന്നെയാണ്? Y വാല്യൂ എന്ത് തന്നെയാണ്? 3 തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ബിയുടെയും ഡിയുടെയും എന്ത് കിട്ടി? കോർഡിനേറ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്ത് നോക്കിയേ, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഇത് റെക്റ്റാങ്കിൾ ആകുമ്പോൾ രണ്ട് സൈഡേ ഉള്ളൂ, ഒന്ന് ലെങ്തും മറ്റൊന്ന് ബ്രെഡ്ത്ത്. അപ്പോൾ ലെങ്ത് എടുക്കുമ്പോൾ ഇവിടെ A എന്ന് പറഞ്ഞാൽ 7.3യും B എന്ന് പറഞ്ഞാൽ 12.3യുമാണ്. Yക്ക് മാറ്റമൊന്നുമില്ല, Y 3 തന്നെയാണ്. ആർക്കാണ് ചേഞ്ച്? Xനല്ലേ. ഇവിടെ X 7, ഇവിടെ X എന്താണ്? 12. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 12 - 7 ചെയ്താൽ മതി. 12 - 7 എത്രയാണ്ടാ? 5. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് 5 ആണ്. ഇനി നമുക്ക് BC ആണ് വേണ്ടത്. BC എടുക്കുമ്പോൾ നോക്കിക്കോടാ, ഇവിടെ 12.3 ആണല്ലേ. അപ്പോൾ Xന് മാറ്റമൊന്നുമില്ല. ഇവിടെ X 12, ഇവിടെ X എത്ര തന്നെയാണ്? 12. പക്ഷേ Y ചേഞ്ച് ആവുന്നുണ്ട്. ഇവിടെ Y 3, ഇവിടെ എന്താണ്? Y എത്രയാണ്ടാ? ഇവിടെ Y 7ഉം ഇവിടെ Y 3യും ആണ്. അതുകൊണ്ട് 7 - 3 ആൻസർ 4 ആയിരിക്കും ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദി സൈഡ്സ് ഓഫ് എ പാരലോഗ്രാം ആർ 8 സെൻറ്റിമീറ്റർ ആൻഡ് 10 സെൻറ്റിമീറ്റർ. അല്ലെ, ഒരു പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡ് എത്രയൊക്കെയാണ്ട? 8ഉം 10ഉം ആണ്. ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 50 ഡിഗ്രി. അതിനിടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആണ്? അതാ കിടപ്പുണ്ട് 50 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ്? 50 ഡിഗ്രി. ആ രണ്ട് സൈഡ്സ് നമുക്ക് ഏതൊക്കെ എടുക്കാം? ഒന്ന് 8ഉം മറ്റേത് എന്താണ്ടാ? 10ഉം ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, 8ഉം 10ഉം ആണ്. നമുക്ക് എന്താണ് വേണ്ടത്? ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി പാരലോഗ്രാം. പാരലോഗ്രാമിൻ്റെ എന്ത് വേണോടാ? ഏരിയ വേണം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ എന്താണ്? ഏരിയ വേണമെങ്കിൽ നമുക്കറിയാം ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ ഈക്വൽ ടു BH, ബേസ് ഇൻറ്റു ഹൈറ്റ്. പാരലോഗ്രാമിൻ്റെ ഏരിയ പഠിക്കുക, ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമുക്ക് ബേസ് ഉണ്ട്. ബേസ് എത്ര എന്നറിയാം? 10 എന്നറിയാം. ഇനി വേണ്ട എന്താണ്ട? ഹൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഏതെടുത്താൽ പോരെ? ഏതെടുക്കാം? നമുക്ക് sin 50 എടുത്താൽ പോരെടാ, sin 50. അപ്പോൾ sin 50 എടുത്തുള്ള ഗുണം എന്താണ്? sin 50 ഈക്വൽ ടു
സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ആരാണ് ഡി ഇ അല്ലേ, ഏതാണ്ട് ഡി ഇ ബൈ അടുത്ത ഹൈപ്പോണസ് ആരാണ് 90ക്ക് ഓപ്പോസിറ്റ് ആരാണ്ട് അത് പറഞ്ഞോ എ ഡി, ഏതാണ്ട എ ഡി. നെക്സ്റ്റ് വൺ സൈൻ 50യുടെ വാല്യൂ അവർ പറയുന്നുണ്ട്, എത്രയാണ് 0.76 ആണ്. ഞാൻ അതിനെ 0.77 ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, അതായത് 2 ഡിജിറ്റിലായിട്ട് എടുക്കുകയാണ്. ഇവിടെ 6ന് ശേഷം അടുത്തൊരു എന്താണ് 5 ആൻഡ് എബോവ് വാല്യൂ വന്നത് കാരണമാണ് 6നോടൊപ്പം ഞാൻ 1 ആഡ് ചെയ്തതിനെ 0.77 ആയിട്ട് എടുത്തത്. ഇനി ഡിയുടെ വാല്യൂ നമുക്ക് അറിയില്ല, നമുക്കതിനെ ഡി ഇ എന്ന് തന്നെ കൊടുക്കാം. എ ഡി എത്രയുണ്ട്, എ ഡിയുടെ വാല്യൂ നമുക്കറിയാം, എത്രയാണ് 8 ആണല്ലേ. നമുക്കിനി വേണ്ടത് ഡി ഇ ആണ് വേണ്ടത്. സോ ഡി ഇ എന്ന് പറയുന്നത് എന്താണ് 0.77 ഇൻറ്റു 8 ആണ്. സോ ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും 6.16 എന്ന് കിട്ടും. നേരെ നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് പോകാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഏരിയ ഈക്വൽ ടു എന്താണ് ബി എച്ച് അല്ലേ, ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്രയാണ്ട 10 അല്ലേ, 10 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 6.16. സോ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് ആദ്യം വളരെ ഈസിയാണ്, പോയിന്റ് മാറ്റുക 6160 എന്ന് കിട്ടും അല്ലേ. അതിനുശേഷം ഇവിടെ പോയിന്റിന് ഒരു 2 പ്ലേസല്ലേ കിടക്കുന്നത്, അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എത്ര 2 പ്ലേസ് മാറ്റി എന്ത് ചെയ്യുക, അപ്പോൾ ഇത് ഫസ്റ്റ് പ്ലേസ് സെക്കൻഡ് പ്ലേസ്. സോ ആൻസർ എന്താണ് 61.60. യൂണിറ്റ് എന്താണ്ട യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുകൂടെ എന്ത് ചെയ്യുക നിങ്ങൾ അങ്ങ് എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ ഫിഗർ ദി സർക്കിൾ ടച്ചസ് ദി സൈഡ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി അല്ലേ. സർക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിൻ്റെ സൈഡ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, പി ക്യു ആർ എസ് എന്ന് പറയുന്ന പോയിൻറ്റ്സുകൾ ടച്ച് ചെയ്യുന്നുണ്ട്. ഇഫ് ഡി പി ഈക്വൽ ടു 6, ഡി പി എന്ന് പറയുന്നത് എത്രയാണ് ഡി പി എത്രയാണ്, ഡി പി 6 ആണ്. അടുത്തത് സി ക്യു എത്രയാണ്, സി ക്യു 4 ആണ്. സി ക്യു എത്രയാണ് 4 ആണ്. ബി ആർ എത്രയാണ്, ബി ആറും എത്രയാണ് 3 ആണ്. ബി ആർ 3 ആണ്. ആൻഡ് എ എസ് എത്രയാണ്, എ എസ് 2 ആണ്. അങ്ങനെ വാട്ട് ഈസ് ലെങ്ത് ഓഫ് ഡി എസ്, നമുക്ക് എന്ത് വേണം, ഡി എസിൻ്റെ ലെങ്ത് വേണം. ഏട്ടാ വളരെ ഈസി, ഡി ഔട്ടർ പോയിൻ്റ് ആണ്. ഔട്ടർ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള ടാൻജൻറ്റുകൾ എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡി പി 6 ആണെങ്കിൽ ഉറപ്പായിട്ട് ഡി എസും എത്ര തന്നെയായിരിക്കും, 6 തന്നെയായിരിക്കും. അതുപോലെ എ എസ് 2 ആണെങ്കിൽ എ ആറും എത്ര തന്നെയായിരിക്കും, 2 തന്നെയായിരിക്കും. അതുപോലെ ബി ആർ 3 ആണെങ്കിൽ ബി ക്യു എത്ര തന്നെയായിരിക്കും, 3 തന്നെയായിരിക്കും. അതുപോലെ സി ക്യു 4 ആണെങ്കിൽ സി പി എത്ര തന്നെയായിരിക്കും, 4 തന്നെയായിരിക്കും. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡി എസ് ആണ്. ഡി എസ് നമുക്ക് എത്ര എന്ന് കിട്ടിക്കഴിഞ്ഞു, 6 എന്ന് കിട്ടിക്കഴിഞ്ഞു. അടുത്ത നമുക്ക് വേണ്ട പെരിമീറ്റർ ഓഫ് എ ബി സി ഡി. പെരിമീറ്റർ ഓഫ് എ ബി സി ഡി എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഈ സൈഡ് എത്രയാണ് 3+2 എത്രയാണ് 5 പ്ലസ് ഈ സൈഡ് എത്രയാണ് 6+2 എത്രയാണ് 8 പ്ലസ് ഇത് 3+4 എത്രയാണ് 7 അല്ലേ, 7 പ്ലസ് അടുത്തത് 6+4 എത്രയാണ് 10. എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ, നമുക്ക് ആൻസർ 30 കിട്ടും അല്ലേ, 30. അപ്പോൾ പെരിമീറ്റർ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എത്രയാണ് ആൻസർ, 30 ആണ് ആൻസർ. എത്രയാണ്ട 30 ആണ് ഫൈനൽ ആൻസർ. ഓക്കെ, വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ ഇത്. എടാ നോക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബോയ് 1.5 meter tall standing at the edge of a river bank sees the top of a tree on the edge of the other bank at an elevation of 50 degree. അതായത് എന്താണ്, ഒരു കുട്ടി നിൽക്കുന്നുണ്ട് ഇവിടെ, എന്താണ് ഒരു ബോയ് എന്താണുണ്ട് അല്ലേ. ബോയുടെ ഹൈറ്റ് എത്രയാണ്ടാ 1.5 ആണ്. 1.5 ഹൈറ്റുള്ള ഒരു കുട്ടി. അപ്പോൾ ഇതാണ് റിവർ, ഇവിടെ റിവർ ഉണ്ട്, ഇതിനിടയിൽ എന്താണ്ട് ഇത് റിവറാണ്. ഓക്കെ, ഇത് റിവറാണ്. റിവറിൻ്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് അതിനപ്പുറത്തുള്ളൊരു ട്രീ ആണ്. ഈ ട്രീയുടെ എന്താണ് ട്രീയുടെ ഹൈറ്റ് എന്താണ്, ഇതാണ് അവൻ്റെ സ്ട്രെയിറ്റ് വ്യൂ. ഇതാണ് എന്താണ് അവൻ്റെ സ്ട്രെയിറ്റ് വ്യൂ. അതിന് ടോപ്പ് അവ എത്ര ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണേണ്ട, 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ എന്ത് ചെയ്യണം കാണാം, 50 ഡിഗ്രി 50 ഡിഗ്രി. നിങ്ങൾ ഫിഗറൊക്കെ വരയ്ക്കുമ്പോൾ വളരെ എന്താണ് വലുതായിട്ടൊക്കെ വരയ്ക്കുക. ഓക്കെ, ഫിഗറിന് മാർക്കുള്ളതാണ്. അപ്പോൾ 50 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ അവൻ എന്ത് ചെയ്യണം, അതിൻ്റെ ടോപ്പ് കാണണം. എ ബോയ് 1.5 meter tall സ്റ്റാൻഡിങ് അറ്റ് ദി എഡ്ജ് ഓഫ് എ റിവർ ബാങ്ക് sees the top of a tree on the edge of the other bank at an elevation of 50 degree. Standing back by 10 meters. 10 മീറ്ററോടെ എങ്ങോട്ട് വന്നു, ബാക്കിലേക്ക് വന്നു. അപ്പോൾ ഇപ്പം നിൽക്കുന്ന 1.5 10 മീറ്റർ ബാക്കിലേക്ക് മാറിയാണ് നിൽക്കുന്നത്. അപ്പോഴും അവൻ്റെ സ്ട്രെയിറ്റ് വ്യൂ അതാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, ഹീ സീസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 25 ഡിഗ്രി. എന്നിട്ട് വീണ്ടും അവൻ ആ ഒരു ട്രീയുടെ ടോപ്പ് കാണുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ എത്ര ഡിഗ്രിയാണ്, 25 ഡിഗ്രിയാണ്. എത്രയാണ് 25 ഡിഗ്രി. അവിടുത്തെ എന്താണ് നിങ്ങളുടെ അതിലൊരു ബ്രാക്കറ്റിലേക്ക് ഒന്ന് നോക്കി. ഓപ്ഷനിൽ sin 50, cos 50, tan 50 ഒക്കെ ഉള്ളൂ. 25 എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ ഒരു വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടില്ല, കണ്ടോ.
അപ്പോൾ ചിലവർ ഇങ്ങനെ എന്താണ് എക്സാം വളരെ പേടിക്കുക, ഇനി എന്ത് ചെയ്യും, അവർക്ക് ക്വസ്റ്റ്യൻ്റെ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണെന്നൊക്കെ തോന്നും. അവിടെ യാതൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഇത് 50 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും ഇവിടെ? 180 - 50. 180 - 50 എത്രയുണ്ടാ? 130 അല്ലേ? 130. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 130. ഇനി ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് 25 130. 25 130 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വന്നാലേ പറ്റുള്ളൂ? 25 വന്നാലേ ശരിയാവുള്ളൂ. അത് 25 + 25 50. 50 + 130 എത്രയുണ്ടാ? 180 അല്ലേ? അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ നോക്കുമ്പോൾ പേര് കൊടുക്കാം. അതിൻ്റെ പേര് നമുക്ക് A B C D E F G എന്ന് കൊടുക്കുക. അതിന് G എന്ന് കൊടുക്കുകയാണേ. G. ഈ ട്രയാങ്കിൾ FGA കണ്ടോ? FGA ഇതെന്ത് ട്രയാങ്കിളാണ്? ഇതൊരു ഐസോസെൽസ് ട്രയാങ്കിൾ അല്ലേ? കാരണം രണ്ട് ആംഗിൾ ഈക്വൽ ആണല്ലോ. ഇത് 25 25 ആണെങ്കിൽ രണ്ട് സൈഡും ഈക്വൽ ആവൂലേ? ഈ 25 ഓപ്പോസിറ്റ് ഒന്നിട്ട് ഈ ഒരു വേറൊരു മാർക്ക് കാണിച്ചു തരാം. ഈ 25 ഓപ്പോസിറ്റ് ഇത് 10 ആണെങ്കിൽ ഈ 25 ഓപ്പോസിറ്റ് ഇത് എത്ര വന്നാലേ പറ്റുള്ളൂ? 10 വന്നാലേ പറ്റത്തുള്ളൂ അല്ലേ? നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കിയേ. ഡ്രോ എ റഫ് ഫിഗർ അബൌട്ട് ദിസ് ഇൻഫർമേഷൻ. നമ്മൾ റഫ് ഫിഗർ വരച്ച് കഴിഞ്ഞു. ഹൗ വൈഡ് ഈസ് ദി റിവർ? നമുക്ക് റിവറിൻ്റെ എന്ത് വേണം? വൈഡ് വേണം അല്ലേ? റിവറിൻ്റെ വൈഡ് എന്ന് പറഞ്ഞാൽ റിവറിൻ്റെ വീതി വേണം. റിവറിൻ്റെ വീതി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കിവിടെ എന്താണ്? ഈ ട്രയാങ്കിളിൽ 50 അറിയാം. ഹൈപ്പോണസ് 90 ഓപ്പോസിറ്റ് 10 എന്നും അറിയാം. നമുക്കിവിടെ ഏതെടുത്താൽ മതി? cos 50 എടുത്താൽ പോരെ? cos 50. അപ്പോൾ cos 50 എന്ന് പറയുന്നത് പറഞ്ഞു cos 50 എടുത്തു കഴിഞ്ഞാൽ cos 50 എന്ന് പറയുന്നത് പറഞ്ഞു GB ആണല്ലേ? GB ബൈ എന്താണ്? ഹൈപ്പോണസ് പറഞ്ഞാൽ എത്രയുണ്ടാ? GA ആണ്. GA. cos 50യുടെ വാല്യൂ പറയുന്നുണ്ട്. എത്രയാണ് cos 50യുടെ വാല്യൂ? എത്രയുണ്ടാ? 0.6428 ആണ്. ഞാൻ 0.64 ഒതുക്കുകയാണ്. ഓക്കെ, 0.64 = GB. നമുക്ക് അറിയില്ല അല്ലേ? GB ആയിട്ട് തന്നെ കൊടുക്കുക. G എത്ര നമുക്കറിയാം? Gയുടെ വാല്യൂ 10 എന്നറിയാം. അപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് ഇപ്പുറത്തും എന്താവും? ഇൻറ്റു ആവും അല്ലേ? അപ്പോൾ GB = 0.64 × 10. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? പോയിന്റ് മാറ്റുക. 64 × 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 640 അല്ലേ? പോയിന്റിന് 2 പ്ലേസ് ആണ്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 2 പ്ലേസ് മാറ്റി പോയിന്റ് എടുത്ത് നമുക്ക് എന്ത് കിട്ടും? 6.40. അതായത് 6.4 എന്ന് എഴുതിയാൽ മതി കേട്ടോ. നമുക്ക് 6.4 എന്ന് എഴുതിയാൽ മതി. 6.4. യൂണിറ്റ് എന്തായിരിക്കും ഇവിടെ? യൂണിറ്റ് എല്ലാം മീറ്ററാണ്. അപ്പോൾ 6.4 മീറ്ററാണ് ഈ റിവറിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. എത്രയാണ്? 6.4 ആണ്. തീർന്നില്ല. തേർഡ് സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ടാൾ ഇസ് ദി ട്രീ? ട്രീയുടെ ഹൈറ്റ് കൂടെ നമുക്ക് എന്ത് ചെയ്യണം? വേണം. അത് വളരെ ഈസിയാണ്. നമുക്കിവിടെ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ഏതെടുക്കുക? sin 50 എടുക്കുക. ഏതെടുക്കുക? sin 50. sin 50 എടുത്താലുള്ള ഗുണം എന്താണ്? sin 50 എടുത്താലുള്ള ഗുണം എന്താണ്ടാ? sin 50 = 50യുടെ ഓപ്പോസിറ്റ് ഏതാണ് പറഞ്ഞോ? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് AB ആണ്. ബൈ എന്താണ്? ഹൈപ്പോണസ് ആണ്. ഹൈപ്പോണസ് AG ആണ്. AG. sin 50യുടെ വാല്യൂ എത്രയാണ്? sin 50യുടെ വാല്യൂ 0.766 ആണ്. ഞാനതിനെ 0.77 ആക്കി. AB നമുക്കറിയാമോ? AB അറിയില്ല. അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? AG അറിയാമോ? AG അറിയാം. എത്രയെന്ന് അറിയാം? 10 എന്നറിയാം. അപ്പോൾ ഡിവൈഡ് ചെയ്ത 10 അപ്പുറത്തോടും എന്താവും? ഇൻറ്റു ആവും അല്ലേ? 0.77 × 10 = AB. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് മാറ്റുക, ഇൻറ്റു ചെയ്യുക. 770 എന്ന് കിട്ടും. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എത്ര പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കണം? 2 പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുക. 1 2. അപ്പോൾ ആൻസർ 7.770. അതായത് 7.7 എന്ന് മതി കേട്ടോ. 7.7 മീറ്ററാണ് എന്തിൻ്റെ ഹൈറ്റ്? നമ്മുടെ ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. വളരെ ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയടാ. ദി പിക്ചർ ഷോസ് വൺ ലാറ്ററൽ ഫേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. What will be the measure of its slant height? Second part question, find the total surface area of this pyramid. അതായത് നമുക്കിത് എന്താണ്ട? ഇതൊരു ലാറ്ററൽ ഫേസ് ആണ്. ലാറ്ററൽ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്ട? അതായത് ഈ നമ്മുടെ സ്ക്വയർ പിരമിഡിൻ്റെ എന്താണ്? 4 ലാറ്ററൽ ഫേസ് ഉണ്ട്. അത് 4 ട്രയാങ്കിളാണ്. അതിലൊരു ട്രയാങ്കിളാണിത്. അങ്ങനെയാണെങ്കിൽ ഈ 10 എന്ന് പറയുന്നത് ആരായിരിക്കും? 10 എന്ന് പറയുന്നത് E ആയിരിക്കും. 10 എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഇവിടെ? അത് E ആണ്. 12 എന്ന് പറഞ്ഞാൽ അത് ആരായിരിക്കും? എയും ആയിരിക്കും. അപ്പോൾ ഇയും അറിയാം, എയും അറിയാം. നമുക്ക് എന്താണ് വേണ്ടത്? സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേടാ? കറക്റ്റ് 90 ലൈൻ അല്ലേ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ? ഇതല്ലേ L? അപ്പോൾ L-ൻ്റെ ഡി ഇക്വേഷൻ തന്നെ പറഞ്ഞു L² = E² - എന്താണ്? A/2 2 അല്ലേ? അപ്പോൾ E എന്ന് പറഞ്ഞാൽ എന്താണ്? E എന്ന് പറഞ്ഞാൽ എത്രയാണ്ട? ഇവിടെ 10 ആണ്. അപ്പോൾ 10² - A എന്ന് പറഞ്ഞാൽ 12 12/2 സോ 10² എന്ന് പറഞ്ഞാൽ എത്രയാണ്ട? 100 - 6² അല്ലേ? 12/2 6 അല്ലേ? സോ 100 - 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36.
ദെൻ ആൻസർ എന്താണ് 64. നമുക്ക് എൽ സ്ക്വയർ ആണോ വേണ്ട, എൽ ആണോ വേണ്ട, എൽ അല്ലേ വേണ്ടത്. അപ്പോൾ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും √64. √64 വാല്യൂ എത്രയുണ്ട 8. സോ നമുക്ക് എന്ത് കിട്ടി, സ്ലാൻഡ് 8 എന്ന് കിട്ടി, എൽ എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ട എന്താണ്ട, ഫൈൻഡ് ദി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദിസ് പിരമിഡ്. ഈ പിരമിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, അതായത് TSA. TSA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്ട പറഞ്ഞോ, a² + 2AL. എന്താണ് പറഞ്ഞു, a² + 2AL. എ എന്ന് പറഞ്ഞാൽ എത്രയുണ്ട 12 ആണല്ലേ. അപ്പോൾ 12² + 2 × A എന്ന് പറഞ്ഞാൽ എത്രയുണ്ട, A 12 ആണ്. എൽ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, എത്രയാണ് 8. സോ 12² 144 ആണ്, പ്ലസ് 2 × 12 × 8 അല്ലേ, നമുക്ക് 192 എന്ന് കിട്ടും. ഇനി എന്താണ് നമുക്ക് അടുത്ത് വേണ്ടതാണ്, 144 + 192 എന്ത് കിട്ടും, ആൻസർ 336 എന്ന് കിട്ടും. യൂണിറ്റ് cm². ഓക്കെ, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. എ സർക്കിൾ ഈസ് ഡ്രോൺ വിത്ത് ദി ഒറിജിൻ ആസ് സെൻറ്റർ. ഇറ്റ് പാസസ് ത്രൂ ദി പോയിന്റ് 68. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ എന്താ, റൈറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ്സ് വെയർ ദി സർക്കിൾ മീറ്റ്സ് ദി എക്സ് ആക്സിസ് അല്ലേ. അതായത് നമുക്ക് എന്താണ്, ഒരു സർക്കിളുണ്ട്, ആ സർക്കിളിൻ്റെ റേഡിയസ് എന്താണ്, സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനാണ്, അതായത് 0 0. സർക്കിൾ പാസ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഏത്, 68. ഏതാണ്ട 68. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഒറിജിൻ മുതൽ ഈ പോയിൻ്റ് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലേ നമ്മുടെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റേഡിയസ് ഈക്വൽ ടു എന്തായിരിക്കും, റൂട്ട് നമ്മുടെ ഇക്വേഷൻ തന്നെ അങ്ങ് യൂസ് ചെയ്തത് S2 - x1² അല്ലേ. അപ്പോൾ 6 - 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 6 തന്നെ. അപ്പോൾ 6² + 8 - 0 എന്ന് പറഞ്ഞാൽ എന്താണ്ട 8² ആണല്ലേ. അപ്പോൾ 6² എന്ന് പറഞ്ഞാൽ എന്താണ്ട 36 + 8² എന്ന് പറഞ്ഞാൽ 64. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ √100. √100 വാല്യൂ എത്രയാണ്, 10. അതായത് ഈ പറയുന്ന എന്താണ് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ആണ്. എത്രയാണ്, 10. വീണ്ടും ഒരു ബി പാർട്ട് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് വെയർ ദി സർക്കിൾ മീറ്റ്സ് ദി എക്സ് ആക്സിസ്. ഈ സർക്കിൾ എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. പോയിൻ്റ് 2 പോയിൻ്റ്, ഇതൊരു പോയിൻ്റാണ്, ഇതും എന്താണ്ട ഒരു പോയിൻ്റാണ്. റേഡിയസ് 10 അല്ലേ, അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്, 10 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇതേതായിരിക്കും പോയിൻ്റ് 10,0. ഈ പോയിൻ്റ് ഏതായിരിക്കും ഇവിടെ, ലെഫ്റ്റ് വരുമ്പോൾ -10,0. അപ്പോൾ 2 പോയിൻ്റ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് ഏതാണ്ട, ഒന്ന് 10 0 അടുത്ത ഏതാണ് -10,0. അങ്ങനെ 2 പോയിൻ്റ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദി പിക്ചർ ദി സെൻറ്റർ O ഓഫ് ദി സർക്കിൾ ഈസ് ദി ഒറിജിൻ. സർക്കിളിൽ എന്താണ്ട, സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഒറിജിനാണ്. സെൻറ്റർ ഇതാണ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട ഒറിജിനാണ്. ആൻഡ് A ആൻഡ് B ആർ പോയിൻറ്റ്സ് ഓൺ സർക്കിൾ. എയും ബിയും എന്താണ്, സർക്കിളിലെ പോയിൻ്റാണ്. കാൽക്കുലേറ്റ് ദി കോർഡിനേറ്റ് ഓഫ് A ആൻഡ് B. എയുടെയും ബിയുടെയും എന്ത് കണ്ടുപിടിക്കണം, കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ടെസ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊരു പ്രശ്നമായിട്ടുള്ളത് റേഡിയസ് തന്നിട്ടില്ല. അപ്പോൾ റേഡിയസ് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് എയുടെ കോർഡിനേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ആ എ എന്ന് പറഞ്ഞ പോയിൻ്റ് എക്സ് ആക്സിൽ എവിടെ മീറ്റ് ചെയ്യുന്നതെന്ന് അറിയണം അല്ലേ. അതുപോലെ എ എന്ന് പറയുന്ന പോയിൻ്റ് വൈ ആക്സിൽ എവിടെ മീറ്റ് ചെയ്യുന്നതെന്ന് അറിയണം. അല്ലെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് അറിയണം നമുക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് അറിയണം. അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ആ എ എന്ന് പറയുന്ന കോർഡിനേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇത് 90. അപ്പോൾ ഇത് എത്രയായിരിക്കും ഇവിടെ 30 അല്ലേ. 30, അതായത് ഇങ്ങനെ ട്രയാങ്കിൾ ഇങ്ങനെ വരും അല്ലേ. ഇതെന്താണ്, ഇത് 90, ഇതെന്താണ്, ഇത് 30, ഇതെന്താണ് 60. അപ്പോൾ 30 60 90 ട്രയാങ്കിൾ റേഷ്യോ അറിയണം. 30ക്ക് ഓപ്പോസിറ്റ് എന്ന റേഷ്യോ എത്രയാണ്, 1 ആണ്. 60ക്ക് ഓപ്പോസിറ്റ് എന്താണ്, √3 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് എന്താണ്ട 2 ആണ്. ഇത് എന്താണ്ട റേഷ്യോ ആണ്. ഇതെന്താണ് റേഷ്യോ. എന്താണ് എത്ര വലിയ ഈ ആംഗിളിൽ എത്ര വലിയ എന്താണ് ട്രയാങ്കിൾ വന്നാലും ആ ട്രയാങ്കിളിൻ്റെ റേഷ്യോ എന്തായിരിക്കും, ഇതായിരിക്കും. 1ഉം √3ഉം 2 ഒക്കെ ആയിരിക്കും. നമുക്കെന്താണ് ഇതിനെ ഒരു ക്വാണ്ടിറ്റി ആക്കണം, ഒരു അളവാക്കി മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, അതിനോടൊപ്പം ഒരു വാല്യൂ കൊടുക്കണം അല്ലേ. എ എന്നോ ബി എന്നോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എന്താണ് 1ഉം √3ഉം 2 ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് ഇവിടെ എത്രയാണ്ട 1 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് 1 ആണ്. 60ക്ക് ഓപ്പോസിറ്റ് എന്താണ്ട √3. അപ്പോൾ ഈ ലെങ്ത് എത്രയാണ്, √3 ആണ്. അപ്പോൾ ഇത് √3 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും, ഈ ലെങ്തും √3 തന്നെ ആയിരിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ O മുതൽ ഇതുവരെയുള്ള പോയിന്റ് എത്രയായിരിക്കും, ഇവിടെ 1 അല്ലേ. സോ ഈ 1 വരുന്ന എവിടെ ആയിരിക്കാം, ഇവിടെ ആയിരിക്കാം അല്ലേ. അതുകൊണ്ടല്ലേ എന്താണ് ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 1 ആകുന്നത്. അപ്പോൾ എയിൽ എക്സ് കോർഡിനേറ്റ് 1ഉം
വൈ വാല്യൂ എന്താണ്ട ഹൈറ്റ് എത്രയാണ് √3 അല്ലേ, √3 ആയിരിക്കും. അതായത് എ എന്ന് പറയുന്നത് 1,√3. എന്താണ് പറഞ്ഞത്? 1,√3. നെക്സ്റ്റ് ബിയിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, താഴേക്ക് എന്താണ് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ ഒന്നും അറിയില്ലല്ലേ. ഈ ട്രയാങ്കിൾ ഒരു ആംഗിൾ 90 എന്ന് പറഞ്ഞ ആംഗിൾ മാത്രമേ അറിയാവുള്ളൂ, പക്ഷേ വേറെ ഒരു ആംഗിൾ നമുക്ക് അറിയില്ല. ഇതെവിടെ നോക്കിക്കേ, ഇത് 90 ആണ് കണ്ടോ, 90. ഇത് എത്രയാണ്? 60. അപ്പം 90 + 60 എത്രയായി? 150 ആയി. ഈ ആംഗിളോട് ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് വരേണ്ടത്? 180 വരേണ്ടത്. ഈ 3 ആംഗിളിൻ്റെയും സം അല്ലേ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ 3 ആംഗിളിൻ്റെയും സം എന്ത് തന്നെ വരണം? 180 തന്നെ വരണം അല്ലേ. ഇത് 60 ആണ്, ഇത് 90 ആണ്. അപ്പം 90 + 60 എത്രയായി? 150 ആയി. അങ്ങനെ ഇത് എത്ര വന്നാലേ പറ്റുള്ളൂ? 30 വരേണ്ടത്. അപ്പോഴേ നമുക്ക് 180 കിട്ടുള്ളൂ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്ട? 30 ആണ്. അപ്പോൾ ഇത് എത്ര ആയാലേ പറ്റുള്ളൂ? അത് 60 ആയാലേ പറ്റുള്ളൂ. അപ്പോൾ 30ക്ക് ഓപ്പോസിറ്റ് റേഷ്യോ 1, 60ക്ക് ഓപ്പോസിറ്റ് എന്താണ്ട? √3. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് എഴുതുമ്പോൾ ഇത് √3 ആണെങ്കിൽ ഇവിടെ ഏതായിരിക്കും? ആ പോയിന്റ് ഏതായിരിക്കും? -√3 ആയിരിക്കും. ആ പോയിന്റ് ഏതായിരിക്കും? കൂടെ -√3. അപ്പോൾ ബിയുടെ കോർഡിനേറ്റ് പറയുമ്പോൾ എന്താണ്? -√3, വൈ വാല്യൂ എത്ര തന്നെയാണ്? 1 തന്നെയാണ്. ഇത് തന്നെയാണ് 1. അപ്പോൾ -√3, 1. എപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്നൊരു പോയിൻ്റാണ്. പല പിള്ളേരും എന്ത് ചെയ്യാറില്ല? മൈനസ് വാല്യൂ എന്താണ് ഇടാറില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാടാ. ദി സം ഓഫ് ദി സ്ക്വയർ ഓഫ് 2 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 802. രണ്ട് അടുത്തടുത്തുള്ള എന്താണ് ഒറ്റ സംഖ്യകളുടെ എന്താണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർഗ്ഗം. വർഗ്ഗത്തിൻ്റെ തുക എത്രയുണ്ടാ? 802, 802 അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആ സംഖ്യകൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ എക്സാമ്പിൾ നോക്കി, 3 എന്താണ്ടാ? 3 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. അടുത്ത ഓഡ് നമ്പർ എത്രയാണ്? 5 അല്ലേ. ഇപ്പോൾ 3 എന്നത് ഒരു എക്സ് നമ്പർ ആണെങ്കിൽ, ഒരു എക്സ് ആണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ ഏതായിരിക്കും? 3x എന്താണ്? ഒരു ഓഡാണെങ്കിൽ അടുത്ത ഓഡ് നമ്പർ എന്തായിരിക്കും? 3യോടൊപ്പം നമ്മൾ 2 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ആരെ കിട്ടിയത്? 5 കിട്ടിയതല്ലേ. അപ്പോൾ എക്സിനോടൊപ്പം നമ്മൾ ആരെ ആഡ് ചെയ്യണം? 2 ആഡ് ചെയ്താൽ പോരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഈ നമ്പേഴ്സ് നമ്മൾ ഏതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്? എക്സും x+2 ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ് എന്തായിട്ട് മാറുന്നത്? എത്രയായിട്ട് മാറും? സ്ക്വയറിൻ്റെ സമ്മാണ് എത്രയാകുന്നത്? 802. ഇതാണ്ട് 802. അങ്ങനെയാണെങ്കിൽ s² ഇത് നമ്മൾ എന്ത് ചെയ്യണം? a+b² എക്സ്പാൻഡ് ചെയ്യണം. a+b² എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു? a² + 2ab + b². അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താണ്? s+2² എന്ന് പറയുമ്പോൾ എന്താണ്? s² + 2ab 2 × x × b എന്ന് പറഞ്ഞാൽ ആരാണ്? അതും 2 ആണ്. പ്ലസ് എന്താണ്? b². b എന്ന് പറഞ്ഞാൽ 2² = 802. s² + s² എന്താണ്? 2s² + 2 × 2 എത്രയാണ്ട? 4x പ്ലസ് 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 അല്ലേ, = 802. ഈ +4 അപ്പുറത്ത് തൊട്ടെ. അപ്പോൾ എന്താകും? അത് 2s² + 4x = 802 - 4. അപ്പോൾ 2s² + 4x = 802 4 എത്രയാണ്ട? 798 അല്ലേ. 798 അല്ലേ. 798 എന്നുള്ള ആൻസർ കിട്ടും. നമുക്കിനി ഒരു കാര്യം ചെയ്യാം. എല്ലാ ടേം എന്താ ഇവിടെ നമുക്ക് ഞാൻ ടേമിനെ കാണിക്കുക, എങ്ങനെ കാണിക്കുകയാണ്? ഇതാ 2s² കണ്ടോ, അത് ഒരു ടേമാണ്. 4x ഒരു ടേമാണ്. അതുപോലെ 798 എന്ന് പറയുന്നതും ഒരു ടേമാണ്. ഇതിനെല്ലാം ഞങ്ങൾ 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/2 എന്താവൂടാ? എന്തായിട്ട് മാറും? x² + 4/2 എത്രയാണ്? 2 അല്ലേ, 2x. ഇതിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 7ൽ 3 ടൈം. 7ൽ 3 ടൈം. റിമൈൻഡർ 1 ആണ്. അത് 9ൻ്റെ ഫ്രണ്ടിൽ ചേർക്കുമ്പോൾ എത്രയാവും? 19. 19ൽ എത്ര ടൈം പോവും? 9 ടൈം. വീണ്ടും റിമൈൻഡർ 1 ആണ്. അതിന് 8ൻ്റെ ഫ്രണ്ടിൽ വയ്ക്കുമ്പോൾ 18. അതിൽ 9 ടൈം പോവും. സോ 399 എന്ന് കിട്ടും. നമുക്കിവിടെ ഏറ്റവും ബെറ്റർ വേ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ്. s² അതുപോലെ തന്നെ എഴുതുക + 2x. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ ആരാണ്ട? 2 അല്ലേ. 2ൻ്റെ ഹാഫ് എത്രയാണ്? 1. 1ൻ്റെ സ്ക്വയർ ഇവിടെയും ആഡ് ചെയ്യുക, റൈറ്റ് സൈഡിലും എന്ത് ചെയ്യുക? അതുപോലെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇത് x + 1 അല്ലേ. അപ്പോൾ എന്താണ്? s+1 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് ഏത്? s² + 2x + 1² എന്ന് പറയുന്നത്. അപ്പുറത്ത് 399 + 1 എത്ര കിട്ടും നമുക്ക്? 400 കിട്ടും അല്ലേ. എത്ര കിട്ടും? 400. നമുക്ക് വേണ്ടത് s+1 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ s+1 ഹോൾ സ്ക്വയർ = s+1 ആ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവൂടാ? റൂട്ട് ആവും. റൂട്ട് 400 വരെ എത്രയാണ്? 20 ആണ്. എത്രയാണ്? 20. സോ എക്സിൻ്റെ വാല്യൂ +1 അപ്പുറത്ത് പോകുമ്പോൾ 20 - 1 എന്നാവും.
20 - 1 എന്ന് പറഞ്ഞാൽ 19 ആണ്. എത്രയാണ്ട 19. അപ്പോൾ നമ്മളെ നമ്പേഴ്സൊക്കെ നമ്മൾ എടുത്തത് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സും x+2 അല്ലേ. അപ്പോൾ നമുക്കിവിടെ എക്സ് കിട്ടിയെന്ന് പറഞ്ഞാൽ 19 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ 19ഉം അടുത്ത 19 + 2 എത്രയാണ് 21. അപ്പോൾ 19ഉം 21ഉം ആണ് ആ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ 3 cm ആൻഡ് 2 ഓഫ് ഹിസ് ആംഗിൾ 60 ഡിഗ്രി ആൻഡ് 80 ഡിഗ്രി. അതായത് ഇൻസർക്കിൾ എന്നാണ് പറയുന്നത് അല്ലേ. ഇൻസർക്കിൾ ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് റേഡിയസ് ഓഫ് ഇൻസർക്കിൾ 3 cm. അതായത് ഒരു സർക്കിളുണ്ട്. സർക്കിളിൻ്റെ റേഡിയസ് എത്രയുണ്ട 3 cm റേഡിയസ് ഉള്ള സർക്കിളും അതിന് പുറത്തായിട്ട് എന്തുണ്ട് ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ഏതൊക്കെയാണ് വരേണ്ടത്? ഒന്നാമത്തെ ആംഗിൾ 60 ഡിഗ്രിയും അടുത്ത ആംഗിൾ എത്രയാണ് വരേണ്ടത് 80 ഡിഗ്രിയുമാണ്. അപ്പോൾ എങ്ങനെയാണിത് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എന്താണ് ഒരു സർക്കിളൊന്നും ആദ്യം വരച്ചെടുക്കാൻ പറ്റില്ല. കുറച്ച് നമ്മൾ എന്താണ് ഈ റഫ് ഫിഗറിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. അതായത് ഈ ഫിഗറിൽ ഈ പറയുന്ന എല്ലാ സൈഡ്സ്, ഈ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും എന്ത് തന്നെയാണ് ഒരു ടാൻജൻ്റാണ്. എന്താണ്ട ടാൻജൻറ്റ്. അപ്പോൾ ഈ സർക്കിൾ ഉറപ്പായിട്ട് സെൻറ്റർ ഉണ്ടാവും. നമുക്കതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ആ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കാനായിട്ട് പറ്റും. ഇത് 90 ആണ്. ഇതെല്ലാം എത്രയാണ്ട 90 ആണല്ലേ. കാരണം ടാൻജൻറ്റ് ആ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിലൂടെ പാസ് ചെയ്യുന്ന റേഡിയസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 90 + 90 ഇതൊരു ക്വാഡ്രിലാറ്ററാണ്. ഇതൊരു ക്വാഡ്രിലാറ്റർ ആണെങ്കിൽ എന്താണ്ട 90 + 90 180 ആയി. അപ്പോൾ ഇത് 80 ആണെങ്കിൽ എത്ര വരണം? ഇത് 100 വരണം. അതുപോലെ ഇത് 60 ആണെങ്കിൽ എത്ര വരണം? 180 - 60 എത്ര വരണം? 120 വരണം. ഇനി ലാർജ് ട്രയാങ്കിളിൽ നിങ്ങൾ എടുക്കുക. ഇത് 60 80 ആണെങ്കിൽ 60 + 80 എത്രയാണ്? 60 + 80 എത്ര? 140 അല്ലേ. അപ്പോൾ 180 140 പോയാൽ എത്രയാണ്? 180 140 പോയാൽ എത്രയാണ്? 40 അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? സ്വാഭാവികമായിട്ട് 40 ആണ്. ഇത് 40 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര വരണം? 180 - 40 140 വരണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം എന്ത് വരയ്ക്കുക? ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. ഏതാണ്? സർക്കിളിൻ്റെ റേഡിയസ് 3 ആണ്. 3 സെൻറ്റിമീറ്റർ നമ്മൾ എന്ത് ചെയ്യുക? താഴേക്ക് എന്ത് ചെയ്യുക? ഒരു റേഡിയസ് വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കോമ്പസ് അല്ല പ്രൊട്രാക്ടർ ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം പ്രൊട്രാക്ടർ ഇങ്ങനെ വെക്കുക. അതിൽ എത്ര മാർക്ക് ചെയ്യുക? 100 ഡിഗ്രി. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം മെഷർ ചെയ്യാൻ. 100 ഡിഗ്രി. എന്താ 100 ഡിഗ്രി മാർക്ക് ചെയ്ത് വരച്ചു. 100 ഡിഗ്രി. അതിനുശേഷം വരച്ചതിന് ശേഷം പ്രൊട്രാക്ടർ മാറ്റി വീണ്ടും പ്രൊട്രാക്ടർ തിരിച്ചിങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും ഇവിടെ നിന്ന് എത്ര ഡിഗ്രി മാർക്ക് ചെയ്യുക? 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. എത്രയാണ്ട 120. എന്താ 120 എടുത്ത് വരച്ച് 120 ഡിഗ്രി. അതും വരച്ച് കഴിഞ്ഞ് 120 ഡിഗ്രി. അതിനുശേഷം ഈ ഉള്ള പോയിൻ്റ് ഓഫ് കോണ്ടാക്ട് ഇവിടെ മീറ്റ് ചെയ്തൊരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ പ്രൊട്രാക്ടർ ഇങ്ങനെ വയ്ക്കുക. വെച്ചതിന് ശേഷം 90 ഡിഗ്രി മാർക്ക് ചെയ്ത് മുകളിലേക്കും താഴേക്കും എന്ത് വരയ്ക്കുക? ലൈൻ അങ്ങ് നീട്ടി വരയ്ക്കുക. ഇവിടെ അതുപോലെ തന്നെയാണ്. എന്താണ് പ്രൊട്രാക്ടർ ഇങ്ങനെ വയ്ക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക, രണ്ട് സൈഡിലേക്ക് എന്ത് ചെയ്യുക? അങ്ങ് നീട്ടി വരയ്ക്കുക. സിമിലർലി ഇവിടെയും പ്രൊട്രാക്ടർ ഇങ്ങനെ വയ്ക്കുക, 90 ഡിഗ്രി മാർക്ക് ചെയ്യുക, രണ്ട് സൈഡിലേക്ക് നീട്ടി വരയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. ഉറപ്പായിട്ട് 120യുടെ ഓപ്പോസിറ്റ് ഇവിടെ എത്ര തന്നെ ആയിരിക്കും? 60 തന്നെ ആയിരിക്കും. ഇവിടെ 100ന് ഓപ്പോസിറ്റ് ഇവിടെ എത്ര? 80 ആയിരിക്കും. ഇവിടെ സ്വാഭാവികമായിട്ട് എത്ര വന്നോളും? 40 വന്നോളും. ഇവിടുത്തെ ആംഗിളും എന്തായിക്കോളും? 140 ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഫിഗർ ഒന്ന് റഫായിട്ട് വരയ്ക്കുക. ആദ്യം വരച്ചതിന് ശേഷം മാത്രം ഫെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. അടുത്ത ദിവസം നോക്കിക്കോ. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദി ഫുട്ട് ഓഫ് എ ടവർ sees the top of a building 30 meter away at an elevation of 60 degree. Climbing to the top of the tower, he sees it an elevation of 45 degree. അതായത് നമുക്ക് എന്തുണ്ടാ, ഒരു മനുഷ്യൻ എന്താണ് ഒരു ടവറിൻ്റെ മൂട്ടി നിൽക്കുകയാണ്. ഇയാൾ ടവറിൻ്റെ മൂട്ടി നിന്നുകൊണ്ട് എന്താണ് 30 മീറ്റർ അകലെയുള്ള എന്താണ്ടാ ഒരു ബിൽഡിങ്ങിൻ്റെ എന്താണ് ടോപ്പ് എത്ര ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുകയാണ്? 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുകയാണ്. ക്ലൈംബിംഗ് ടു ദി ടോപ്പ് ഓഫ് ദി ടവർ ഹി സീസ് ഇറ്റ് ആൻ എലിവേഷൻ ഓഫ് 40 ഡിഗ്രി. എന്നിട്ട് അതിൻ്റെ ടോപ്പിൽ ഈ പറയുന്ന ടവറിൻ്റെ ടോപ്പിൽ കയറുന്ന ഷെയർ കാണുന്നത് എത്ര ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ്? 45 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ്. ഡ്രോ എ റഫ് ഫിഗർ ബേസ്ഡ് ഓൺ ദി എബോവ് ഫാക്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വരയ്ക്കണം? ഒരു റഫ് ഫിഗർ വരയ്ക്കണം.
അപ്പോൾ ഇവിടെ പറയുന്ന ഫസ്റ്റ് വരുന്ന ഗ്രൗണ്ട്. നമ്മൾ ആദ്യം എപ്പോഴും ഗ്രൗണ്ട് വരയ്ക്കുക അല്ലേ, ഗ്രൗണ്ട്. ഇതിലെന്താണ് ഗ്രൗണ്ട് സിസ്റ്റം വരയ്ക്കുക. ഇതെന്താണ്ട ഗ്രൗണ്ട്. രണ്ട് കാര്യം കൊണ്ട് ഡൗട്ട് ഉണ്ടാവും, ഇതിൽ ടവറാണോ വലുത് അല്ലെങ്കിൽ എന്താണ് ബിൽഡിംഗ് ആണോ വലുതെന്നാണ് അല്ലേ. എ മാൻ സ്റ്റാൻഡിങ് അറ്റ് ദി ഫുട്ട് ഓഫ് എ ടവർ. അപ്പോൾ ആദ്യം ഒരു മനുഷ്യൻ എന്താണ് ടവറിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ടവറിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യാണ്, അപ്പുറത്തുള്ള എന്താണ് ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് എത്ര ഇതിൽ കാണുകയാണ്. ബിൽഡിങ്ങിൻ്റെ ടോപ്പ് അയാൾ ഒരു 60 ഡിഗ്രി അല്ലേ, 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനാണ്. 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ അയാൾ എന്ത് ചെയ്യാണ്, കാണുകയാണ്. പിന്നെ വീണ്ടും അയാൾ എന്താണ് ക്ലൈമ്പിംഗ് ടു ദി ടോപ്പ് ഓഫ് ദി ടവർ. ടവറിൻ്റെ മണ്ടേ കയറി. ഇപ്പോൾ അയാൾ ടവറിൻ്റെ മണ്ടേ നിൽക്കുകയാണ്, ഇവിടെ നിൽക്കുകയാണ്. ഇതാണ് അയാളുടെ സ്ട്രെയിറ്റ് വ്യൂ. ഇവിടെ നിന്നുകൊണ്ട് അയാൾ എന്ത് ചെയ്യാണ്, അതിൻ്റെ ടോപ്പ് എത്ര ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുകയാണ്. ക്ലൈമ്പിംഗ് ടു ദി ടോപ്പ് ഓഫ് ദി ടവർ ഹി സീസ് ഇറ്റ് ആൻ എലിവേഷൻ ഓഫ് 45 ഡിഗ്രി. അതിൻ്റെ മണ്ടേ കയറി നിന്നുകൊണ്ട് അയാൾ അതിൻ്റെ ടോപ്പ് എത്രയിലാണ് കാണുന്നത്, 45 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് അത് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം റഫ് ഫിഗർ വരച്ചു കഴിഞ്ഞു. ഫൈൻഡ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. നമുക്ക് എന്ത് വേണം, ബിൽഡിങ്ങിൻ്റെ എന്ത് വേണോടാ, ഹൈറ്റ് വേണം. ഇത് അവൻ നിൽക്കുന്നത് ടവറാണല്ലേ, ടവറാണ്. ഇതെന്താണ്, ഇത് ബിൽഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കിയെടുത്ത് നോക്കാം. 30 മീറ്റർ അകലെയുള്ള ബിൽഡിംഗ് ആണല്ലേ. അപ്പോൾ എന്താണ്, ഈ ബിൽഡിങ്ങും ഈ ടവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്ട, 30 മീറ്ററാണ്. അങ്ങനെ വളരെ ഈസി ആയില്ലേ. നമുക്ക് ഈ പറഞ്ഞ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഏതെടുത്താൽ മതി, ടാൻ 60 ഉപയോഗിച്ചാൽ പോരെ, ടാൻ 60. അപ്പോൾ ടാൻ 60 ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആരണ്ട, അതിന് ഓപ്പോസിറ്റ്. ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഞാൻ കൊടുക്കേണ്ട എച്ച് എന്ന് കൊടുക്കണം. എന്ത് കൊടുക്കുകയാണ്, എച്ച്. ഓക്കെ, അതിൻ്റെ പേര് കൊടുക്കുക അല്ലേ. നമുക്ക് എ ബി സി ഡി എന്ന് കൊടുക്കുക അല്ലേ, ഡി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടാൻ 60 എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻ 60 എ ബി ബൈ ടി ബി. ടാൻ 60യുടെ വാല്യൂ എന്താണ്, ടാൻ 60. ഇവിടെ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും പറയുന്നില്ല കണ്ടോ. അപ്പോൾ ടാൻ 60യുടെ വാല്യൂ നമ്മൾ പഠിച്ചു വയ്ക്കുക. ടാൻ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3/1. ടാൻ 60 √3/1. എ ബി എത്രയുണ്ട്, എ ബി നമുക്ക് അറിയില്ല. ടി ബി എത്ര എന്നറിയാം, 30 എന്നറിയാം. സോ എ ബിയുടെ വാല്യൂ എന്താണ്, 30√3. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് നമുക്ക് എത്ര കിട്ടി, 30√3. അവർ പ്രത്യേകം പറയുന്നുണ്ട് √3യുടെ വാല്യൂ എന്ത് കൊടുക്കണം, 1.73. അപ്പോൾ 1.73, 30 × 1.73. ആൻസർ 51.9 എന്ന് കിട്ടുന്നത്, 51.9. നെക്സ്റ്റ് അടുത്ത നമുക്ക് എന്താണ് അടുത്തത്, ടവറിൻ്റെ ഹൈറ്റ് ആണ്. ടവറിൻ്റെ ഹൈറ്റ് ടി ഡി അല്ലേ. അപ്പോൾ ടി ഡി കണ്ടുപിടിക്കാനായിട്ട് ഈ ടവറിൻ്റെ ഹൈറ്റിൽ നിന്ന് എ സിയുടെ ലെങ്ത് അങ്ങ് മൈനസ് ചെയ്താൽ പോരെ. ഇത് 30 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും, ഇവിടെ 30 ആയിരിക്കും. സോ അവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ടാൻ 45 എടുക്കാം. അപ്പോൾ ടാൻ 40 എടുത്ത ഉപയോഗം എന്താണ്, ടാൻ 45 ഓപ്പോസിറ്റ്. 45ൻ്റെ ഓപ്പോസിറ്റ് ആരണ്ട, എ സി. ഇവിടെ റേഷ്യോ വെച്ചും ചെയ്യാൻ കേട്ടോ. ഇത് തൽക്കാലത്ത് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ടാൻ 45 എന്താണ്, എ സി ബൈ എന്താണ്, ഡി സി. ടാൻ 45ൻ്റെ വാല്യൂ 1 എ സി നമുക്കറിയില്ല. എ സി ബൈ ഡി സി എന്ന് പറയുന്നത് എത്രയാണ്ട, 30 അല്ലേ. അപ്പോൾ ബൈ 30 ഡിവൈഡ് 30 ഇപ്പുറത്തും എന്താ, ഇൻറ്റു ആവും. എ സി 1 × 30. ആൻസർ എന്ത് കിട്ടും നമുക്ക്, 30. അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ 30 ആണ്. നമുക്ക് വേണ്ട എന്താണ്, നമ്മുടെ ടവറിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ടവർ എന്തായിരിക്കും, ഹൈറ്റ് ഓഫ് ദി ടവർ ഈക്വൽ ടു ഈ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, 51.9 അല്ലേ. 51.9ൽ നിന്ന് ആരെ മൈനസ് ചെയ്യുക, 30 മൈനസ് ചെയ്യുക. 30 മൈനസ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും, 21.9 എന്ന് കിട്ടും. എടാ യൂണിറ്റെല്ലാം എന്താണ്, യൂണിറ്റെല്ലാം എന്താണ്, മീറ്റർ അല്ലേ. ഇത് മീറ്ററാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്താണ്, മീറ്ററിലാണ്. എല്ലാം എന്താണ്, മീറ്ററിലാണ്. സോ ഇതൊരു ആവറേജ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത്ര ഈസി എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. എന്താണ്, ഒരു ആവറേജ് ടൈപ്പ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, കൺസിഡർ ദി സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ദി ഒറിജിൻ ആൻഡ് റേഡിയസ് 5 യൂണിറ്റ്. അതായത് നമുക്ക് എന്തുണ്ട്, ഒരു സർക്കിളുണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ ഏതാണ്ട്, സർക്കിളിൻ്റെ സെൻറ്റർ ഒറിജിനാണ്, 0 ആണ്. സർക്കിളിൻ്റെ എന്താണ്, റേഡിയസ് 5 യൂണിറ്റ് ആണ്. റേഡിയസ് 5 യൂണിറ്റ്. ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് വെയർ ദി സർക്കിൾ കട്ട് എക്സ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഇതേതായിരിക്കും പോയിന്റ്, നിങ്ങൾ തന്നെ പറഞ്ഞേ, 50. ഏതാണ്ട 50. ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ ഏതായിരിക്കും, -50. ഇതും 5 യൂണിറ്റ് ആണല്ലേ. അപ്പോൾ എന്താണ്, ഇതേതായിരിക്കും, വൈ ആക്സിൽ ഏതായിരിക്കും, 0,5. താഴോട്ട് വരുമ്പോൾ എന്തായിരിക്കും, അത് 0,-5. അടുത്തത് എന്താണ്ട,
Check whether the points A minus 3, 4 is a point on this circle. Minus 3, 4 ഈ സർക്കിളിൽ എന്താണ് പോയിന്റ് ആണ് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഇപ്പോൾ -3, 4 നമുക്ക് ഇവിടെ എടുക്കാം. -3, 4 തൽക്കാലം അങ്ങനെയാണ് എടുത്തോ. അങ്ങനെയാണെങ്കിൽ ഒറിജിൻ മുതൽ ഇതുവരെയുള്ള എന്ത് കണ്ടുപിടിക്കുക? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ റേഡിയസ് 5 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതെന്താണ്? അതിലുള്ള പോയിന്റ് ആണ്. അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കുക എന്താണ്? അത് സർക്കിളിലുള്ള പോയിന്റ് അല്ല എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം. അപ്പോൾ എന്താണ്? ഡിസ്റ്റൻസ് ഈക്വൽ ടു നമുക്ക് എന്തായിരിക്കും? ഡിസ്റ്റൻസ് ഈക്വൽ ടു √-3. ഒറിജിൻ എന്ന് പറയുമ്പോൾ എന്താണ്? 0, 0 ആണ്. -3 0 പോയി എന്താണ്? -3യുടെ സ്ക്വയർ പ്ലസ് അടുത്ത എന്താണ്? 5 - 0. 5 - 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സ്ക്വയർ. -3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 + 5 സ്ക്വയർ 25 അല്ലേ? സോറി 5 അല്ല 4 ആണല്ലേടാ. സോറി മൈ മിസ്റ്റേക്ക്. സോ എന്താണ്? അവിടെ 4 ആണ്. 4 സ്ക്വയർ എന്ന് കൊടുക്കുക. 4 സ്ക്വയറിൻ്റെ വാല്യൂ 16 ആണ്. സോ 9 + 16 എത്രയാണ്? 25. സോ അതിൻ്റെ √25 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 5 അല്ലേ? അപ്പോഴും നമുക്ക് റേഡിയസ് 5 തന്നെ കിട്ടിയില്ലേ? അല്ലെങ്കിൽ ഡിസ്റ്റൻസ് 5 തന്നെ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? -3, 4 എന്ന് പറയുന്ന ഈ പോയിന്റ് എവിടെയുള്ള പോയിൻ്റാണ്? സർക്കിളിലുള്ള പോയിന്റ് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദി സം ഓഫ് ഫസ്റ്റ് n കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് n² + 2n അല്ലേ? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എന്താണ്? n ടേമുകളുടെ സമ്മിൻ്റെ എക്സ്പ്രഷൻ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? Sn = എന്താണ് പറഞ്ഞു? n² + 2n. വാട്ട് ഈസ് ദി ഫസ്റ്റ് ടൈം? നമുക്ക് ആരെ വേണം? ഫസ്റ്റ് ടൈം വേണമെങ്കിൽ ഇനി നമ്മൾ എന്ത് കൊടുത്താൽ മതി? 1 കൊടുത്താൽ മതി. ഇപ്പോൾ 1² + 2 × 1. 1² എന്ന് പറഞ്ഞാൽ എന്താ? 1 + 2 × 1 2. അപ്പോൾ 1 + 2 എന്താണ്? 3. ഇവിടെ S1 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? സം ഓഫ് ഫസ്റ്റ് ടൈം എന്നല്ലേ? അപ്പോൾ സം ഓഫ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? 3 തന്നെയാണ്. ഇത് 3 എന്ന് പറഞ്ഞാൽ x1 ആണ്. രണ്ട് x1 ആണ്. അടുത്ത വാട്ട് ഈസ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആരെ കൂടെ വേണം? സെക്കൻഡ് ടൈം കൂടെ വേണം. നമുക്ക് n എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. അപ്പോൾ 2 കൊടുക്കുമ്പോൾ എന്താണ്? 2² + 2 × 2. 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 × 2 എന്താണ്? 4 ആണ്. 4 + 4 എന്താണ്? 8 ആണ്. ഈ S2 ൻ്റെ മീനിങ് എന്താണ്? സം ഓഫ് ഫസ്റ്റ് 2 ടൈം അല്ലേ? S1 + S2 ആണ് ആര്? 8 അല്ലേ? x1 എത്ര നമുക്കറിയാം? 3 എന്നറിയാം. സോ 3 + S2 = 8 ആണ്. അങ്ങനെ S2 = എന്തായിരിക്കും? 8 - 3. 8 - 3 എത്ര ഉണ്ടാ? 5 ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം 3, സെക്കൻഡ് ടൈം 5. അപ്പോൾ 5 - 3 കോമൺ ഡിഫറൻസ് വേണ്ട 2 അല്ലേ? സോ അടുത്തതായിരിക്കും 7 ആയിരിക്കും. അങ്ങനെ എന്ത് ചെയ്യും? പൊയ്ക്കൊണ്ടിരിക്കും അല്ലേ? സോ ആദ്യ പദം ഇവിടെ എത്രയാണ്? ആദ്യ പദം 3 ആണ്. പൊതു വ്യത്യാസം എത്രയാണ്? പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്ടാ? 2 ആണ്. അടുത്ത് നോക്കി, ആദ്യ 10 പദങ്ങളുടെ തുകയും അടുത്ത 10 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? വളരെ ഈസിയാണ്. നമുക്ക് ആദ്യം തന്നെ n എത്ര കൊടുക്കാം? 10 കൊടുക്കാം. അതായത് S10 എന്ന് പറയുന്നത് എത്രയാണ്? S10 n 10 കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ എന്താണ്? n² എന്ന് പറയുമ്പോൾ എന്താണ്? 10² പ്ലസ് എന്താണ്? 2 × 10. 10² എന്ന് പറഞ്ഞാൽ 100 + 20. നമുക്ക് എന്ത് കിട്ടും? 120 എന്ന് കിട്ടും. നമുക്ക് എന്താണ് വേണ്ടത്? ആദ്യത്തെ 10 പദങ്ങളുടെ തുക അല്ലേ? വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി സം ഓഫ് ഫസ്റ്റ് 10 ടൈംസ് ആൻഡ് സം ഓഫ് നെക്സ്റ്റ് 10 ടൈംസ്? അപ്പോൾ അടുത്ത നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം S20 കൊടുക്കാം. S20 കൊടുത്താൽ എന്താണ്? സം ഓഫ് ഫസ്റ്റ് 20 ടൈംസ് അല്ലേ? അപ്പോൾ 20² + 2 × 20. 20യുടെ സ്ക്വയർ 400 + 40 എന്ത് കിട്ടും? 440 എന്ന് കിട്ടും. അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 10 ടൈംസ് എന്താണ്? സം ഓഫ് ഫസ്റ്റ് 10 ടൈംസ് എന്താണ്? 120. അതുപോലെ സം ഓഫ് നെക്സ്റ്റ് 10 ടൈംസ് എങ്ങനെ കണ്ടുപിടിക്കും? ഈ തന്നിട്ടുള്ള ആദ്യത്തെ 20 ടൈമിൻ്റെ സമ്മിൽ നിന്ന് ആദ്യത്തെ 20 ടൈമിൻ്റെ സം നമുക്കറിയാമെന്ന് വിചാരിച്ചോ. അതിൽ നിന്ന് ഈ ആദ്യത്തെ 10 ടൈമിൻ്റെ സം അങ്ങ് മൈനസ് കളഞ്ഞാൽ പോരെ. ഇതങ്ങ് മൈനസ് കളഞ്ഞാൽ പോരെ നമുക്ക്. അപ്പോൾ നമുക്കിത് കിട്ടൂലേ? അപ്പോൾ 440യിൽ നിന്ന് ആരെ മൈനസ് ചെയ്യണം? 120 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 320. 320. 440 - 120 എന്താ? 320. ഇതിൻ്റെ ഡിഫറൻസ് അല്ലേ വേണ്ടത്? അപ്പോൾ ഡിഫറൻസ് ഈക്വൽ ടു 320 - 120. 320 120 പോയി എത്ര വേണ്ട? 200. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദി സം ഓഫ് ഫസ്റ്റ് ഫ്യൂ കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 99.
ഹൗ മെനി ടേംസ് ആർ ആഡഡ് എന്ന് പറയുന്നത് എന്താണ്ടാ? ദി സം ഓഫ് ഫസ്റ്റ് ഫ്യൂ കോൺസ്റ്റിറ്റ്യൂട്ട് ടേംസ് ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 99. ഹൗ മെനി ടേംസ് ആർ ആഡഡ്, അതായത് ഇതിലെ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ എത്ര ടേംസുകൾ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യുക, സം എത്ര കിട്ടുക, 99 കിട്ടുക എന്ന് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. എസ് എൻ ഈക്വൽ ടു സം നമുക്കറിയാം, സം എത്രയാണ് 99 അല്ലേ, 99. എസ് എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അവിടെ, എന്താണ് എസ് എൻ സ്ക്വയർ പ്ലസ് 2n അല്ലേ, എൻ സ്ക്വയർ പ്ലസ് 2n ഈക്വൽ ടു 99. എന്ത് അപ്ലൈ ചെയ്യുക, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എൻ സ്ക്വയർ പ്ലസ് 2n പ്ലസ് എന്നിൻ്റെ കോഎഫിഷ്യൻ 2 ആണ് അല്ലേ, 2ൻ്റെ ഹാഫ് എന്താണ്ട 1, 1ൻ്റെ സ്ക്വയർ ഇവിടെ ആഡ് ചെയ്യുക, റൈറ്റ് സൈഡിലും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, n പ്ലസ് 1 അല്ലേ, n പ്ലസ് 1 ഓൾ സ്ക്വയർ ഈക്വൽ ടു 99 പ്ലസ് 1. അപ്പോൾ n പ്ലസ് 1 ഓൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും, നമുക്ക് ആൻസർ 100 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ n പ്ലസ് 1 എന്തായിരിക്കും, സ്ക്വയർ അപ്പുറത്ത് നമ്മൾ √100 അല്ലേ, √100ൻ്റെ വാല്യൂ എത്രയുണ്ട, 10 ആണ്. ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്താണ്, 10 മൈനസ് 1. 10 മൈനസ് 1 എത്രയെന്ന് കിട്ടും നമുക്ക്, 9. അതായത് ആദ്യത്തെ 9 ടേമുകളുടെ സമ്മാണ് എത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ശ്രേണിയിലെ ആദ്യ പദം മുതൽ തുടർച്ചയായി കുറച്ച് പദങ്ങളുടെ തുക 99 ആയാൽ പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, എത്ര പദങ്ങളുടെ തുകയാണ് 99? 9 പദങ്ങളുടെ തുകയാണ് 99 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റൻ നോക്കി. ഇൻ ദി ഫിഗർ എ ബി ആൻഡ് ബി സി, എ ബി ബി സി ആൻഡ് എ സി കണ്ടോ, എ ബി അതുപോലെ എന്താണ് ബി സി അതുപോലെ എന്താണ് എ സി ടച്ചസ് സർക്കിൾ അറ്റ് ദി പോയിന്റ് പി ക്യു ആൻഡ് ആർ. എവിടെയൊക്കെ ടച്ച് ചെയ്യണം, സർക്കിളിലെ പിയും ക്യു ആർ ഒക്കെ പറഞ്ഞ പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്. പി ക്യു ആർ എത്രയാണ്, 70 ആണ്. അടുത്ത ആംഗിൾ 50 ആണ്. നമുക്ക് എന്താണ്, ആംഗിൾ എ വേണം, ആംഗിൾ ബി വേണം, ആംഗിൾ സി വേണം. ഈ 3 ആംഗിൾ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. വളരെ ഈസിയാണ്. ഇതിൽ നമുക്ക് അകത്തുള്ള ട്രയാങ്കിളിൽ ഇത് രണ്ടും 50, ഇത് 50യും ഇത് 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും ഇവിടെ, അത് 60 ആയിരിക്കും. അതൊരു കോഡ് പോലെയാണ്, 50 60 70 സം എത്രയായിരിക്കും, 180 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് എത്രയായിരിക്കും, 60 ആയിരിക്കും. ഇതിനെന്തായാലും ഒരു സെൻറ്റർ ഉണ്ടാവും. എന്തുണ്ടാവും, സെൻറ്റർ. നമുക്ക് സെൻറ്റർ എങ്ങനെ കണക്ട് ചെയ്യാം. ഇത് 70 ആണെങ്കിൽ 70യുടെ ഡബിൾ ആയിരിക്കും ഇത്. എത്രയായിരിക്കും, 70 ഡബിൾ എത്രയാണ്ടാ, 140. ഈ ആംഗിൾ എത്രയാണ്, 140. അതുപോലെ ഇത് 60 ആണെങ്കിൽ, ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ അതിൻ്റെ ഡബിൾ ആയിരിക്കും ഇവിടെ, എത്രയായിരിക്കും, 120. അതുപോലെ ഇത് 50 ആണെങ്കിൽ, ഈ ആംഗിൾ 50 ആണെങ്കിൽ 50യുടെ ഡബിൾ ആയിരിക്കും, ഇത് എത്രയായിരിക്കും, 100. ഇത് 140 ആണെങ്കിൽ ആംഗിൾ എ എത്രയായിരിക്കും, ആംഗിൾ എ ഈക്വൽ ടു 180 മൈനസ് 140 എത്ര കിട്ടും, ആൻസർ 40 എന്ന് കിട്ടും. അതുപോലെ ആംഗിൾ സി എന്തായിരിക്കും, ആംഗിൾ സി ഇത് 120 ആണെങ്കിൽ ഈ രണ്ട് ആംഗിളിനെ സം എത്രയായിരിക്കും ഇവിടെ, എത്രയായിരിക്കും, 180 ആയിരിക്കും. 180 മൈനസ് 120 എത്ര കിട്ടും, 60. അപ്പോൾ ആംഗിൾ ബി എന്തായിരിക്കും, ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ്, 100 ആണല്ലേ. അപ്പോൾ ഈ രണ്ട് ആംഗിളിനെയും സം എന്താണ്, 180 ആണ്. 180 മൈനസ് 100 നമുക്ക് എത്ര കിട്ടും, 80 എന്ന് കിട്ടും. വളരെ സിമ്പിൾ പ്രോബ്ലമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫ്രം എ സർക്കുലർ മെറ്റൽ ഷീറ്റ് ഓഫ് റേഡിയസ് 12 cm, എ സെറ്റർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 degree ഈസ് കട്ട് ഔട്ട് ആൻഡ് മേഡ് ഇൻ ടു എ കോൺ. അതായത് ഒരു സർക്കുലർ മെറ്റൽ ഷീറ്റ് എന്ന് പറയുന്നത് സർക്കിൾ തന്നെയാണ്. സർക്കിളിൻ്റെ റേഡിയസ് ആണ് 6 എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ എന്താണ്, അതിൻ്റെ അത് ക്യാപിറ്റൽ ആർ ആണ്, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് അല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു സെക്ടർ മുറിച്ചെടുക്കുകയാണല്ലേ. അപ്പോൾ സെക്ടർ മുറിച്ചെടുക്കുന്ന സർക്കിൾ ഏതാണോ അതിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ ആണ്. അതിൻ്റെ സെൻട്രൽ ആംഗിൾ, എടുക്കുന്ന സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ 120 എന്ന് പറയുമ്പോൾ അതെന്താണ്, x ഡിഗ്രിയാണ്. എന്നിട്ട് നമ്മളതിനെ വളച്ചെന്തുണ്ടാക്കുകയാണ്, കോൺ ഉണ്ടാക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ. കോണിൻ്റെ എന്തുകൊണ്ട് പിടിക്കണം, സ്ലാൻഡ് ഹൈറ്റ്. ഉറപ്പിച്ചോ, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, സ്ലാൻഡ് ഹൈറ്റും നമ്മൾ സെക്ടർ കട്ട് ചെയ്യുന്ന സർക്കിളിൻ്റെ റേഡിയസും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. എത്ര തന്നെയായിരിക്കും, അത് 12 തന്നെയായിരിക്കും, ഒരു മാറ്റവും ഇല്ല. അടുത്തത്, വാട്ട് ഈസ് റേഡിയസ് ഓഫ് ദി കോൺ. എടാ ഈ പറയുന്ന സാധനം സെക്ടറിൽ നിന്നാണ്, അതായത് ഈ പറയുന്ന കോണ് സെക്ടറിൽ നിന്നാണ് മുറിച്ചെടുക്കുന്നതെന്ന് പറയുന്നെങ്കിൽ അവിടുത്തെ മെയിനായിട്ട് വരുന്ന ഇക്വേഷൻ ഏതാണ്, നിങ്ങൾക്ക് അറിയാനുള്ള ഇക്വേഷൻ തന്നെയാണ്. പറഞ്ഞു x/360 (r/R). ഇത് തന്നെയാണ് ഇക്വേഷൻ. അതുപോലെ എക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ എത്രയാണ്, സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി അല്ലേ. അപ്പോൾ 120/360 (r) നമുക്ക് അറിയില്ല അല്ലേ, പക്ഷേ ക്യാപിറ്റൽ ആർ എത്രയെന്ന് അറിയാം, 12 എന്നറിയാം. ഇതിനെ സോൾവ് ചെയ്ത് ആരുടെ വാല്യൂ കണ്ടുപിടിക്കണം, ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. 0 0 ക്യാൻസൽ ചെയ്യാം,
12 1 ടൈം പോവും, 36 12 3 ടൈം പോവും. അതായത് 1/3 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ R/12 അല്ലേ. നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3 × R എന്ന് പറഞ്ഞാൽ 3R ഈക്വൽ ടു 1 × 12 എന്ന് പറഞ്ഞാൽ 12. നമുക്ക് ആറല്ലേ വേണ്ടത്. ഇൻറ്റു 3 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഡിവൈഡ് ആവും. 12/3 എത്ര കിട്ടും, നമുക്ക് ആൻസർ 4 എന്ന് കിട്ടും. സോ നമ്മുടെ കോണിൻ്റെ എന്താണ്, നമ്മുടെ കോണിൻ്റെ എന്ത് കിട്ടി, ബേസ് റേഡിയസ് എത്ര കിട്ടി നമുക്ക്, ബേസ് റേഡിയസ് 4 എന്ന് കിട്ടി. ബേസ് റേഡിയസ് 4. നെക്സ്റ്റ് അടുത്ത് നമുക്ക് എന്താണ് അവിടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ നോക്കിയേ. സപ്പോസ് ദ റിമൈനിങ് സെക്ടർ ആൾസോ ബീങ് മെയ്ഡ് ഇൻ ടു എ കോൺ. ഇനി ബാക്കിയുള്ള പോർഷൻ, നമ്മുടെ ഒരു സർക്കിളാണ്, സർക്കിളിൻ്റെ കുറച്ച് പീസാണ് നമ്മൾ കട്ട് ചെയ്തത്. 120 ഡിഗ്രി വരുന്ന പീസാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ 120 ഡിഗ്രി പീസാണ് കട്ട് ചെയ്തെങ്കിൽ ബാക്കി അപ്പോൾ എത്രയായിരിക്കും, 360 മൈനസ് അല്ലേ, 360 മൈനസ് 120 എത്രയാണ്ടാ, 240. ബാക്കി അപ്പോൾ പോർഷൻ എത്രയായിരിക്കും, 240 ആയിരിക്കും. അതുകൊണ്ട് കേട്ടെ, നമുക്ക് വായിച്ചു നോക്കാം ബാക്കി. സപ്പോസ് ദ റിമൈനിങ് സെക്ടർ ആൾസോ ബീങ് മെയ്ഡ് ഇൻ ടു എ കോൺ. ബാക്കിയുള്ള പോർഷൻ നമ്മൾ എന്തുണ്ടാക്കുകയാണ്, കോൺ ഉണ്ടാക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് ദി സം ഓഫ് റേഡിയ ഓഫ് ദീസ് 2 കോൺസ്. സോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വളച്ചുണ്ടാക്കുന്ന കോണിൻ്റെ റേഡിയസും ഈ കോണിൻ്റെ റേഡിയസുകളും തമ്മിലുള്ള റേഡിയസും തമ്മിലുള്ള സമ്മാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഇക്വേഷൻ എന്ത് ചെയ്യണം, x/360 ഈക്വൽ ടു എന്താണ്, സ്മോൾ r/R തന്നെയാണ്. അപ്പോൾ x എന്ന് പറഞ്ഞാൽ 240 അല്ലേ, 240/360 ഈക്വൽ ടു സ്മോൾ r നമുക്കറിയില്ല, ക്യാപിറ്റൽ R എത്രയെന്ന് അറിയാം, 12 എന്നറിയാം അല്ലേ. 0 0 ക്യാൻസൽ, 24 36 നമുക്ക് എന്താണ് 12 വെച്ച് ക്യാൻസൽ. അപ്പോൾ 24 2 36 3 ക്രോസ് ചെയ്യാം അല്ലേ. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, R × 3R ഈക്വൽ ടു 2 × 12 എത്രയാണ്, 24. ദെൻ R ഈക്വൽ ടു 24/3 എത്രയാണ്ട, 8. സോ അവിടെ എന്താണ് റേഡിയസ് എത്രയാണ്, 8 അല്ലേ. അപ്പോൾ സം ഓഫ് റേഡിയസ് എന്തായിരിക്കും, ഇവിടുത്തെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 4 ആണല്ലേ. അപ്പോൾ 4 + 8 എത്ര കിട്ടും നമുക്ക്, 12 എന്ന് കിട്ടും. എത്ര കിട്ടോടാ, 12 എന്ന് കിട്ടും. ഞാൻ അടുത്ത് ടേക്കിംഗ് ദി ഔട്ട്സൈഡ് പാർട്ട് ഓഫ് ദീസ് 2 കോൺസ് ഫൈൻഡ് ദി സം ഓഫ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദീസ് 2 കോൺസ്. ഈ 2 കോണിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം, കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള CS കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ എന്താണ്, πr അല്ലാണ്, എന്താണ് πr. അപ്പോൾ ഒന്നാമത്തേൽ നമുക്ക് L അറിയാമോ, ഇവിടെ R അറിയാം, L അറിയാമല്ലോ. L എത്രയാണ്, L 12 തന്നെയാണ് അല്ലേ. അപ്പോൾ π × ഒന്നാമത്തേൽ എന്താണ്, ബേസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്. L എത്ര തന്നെയാണ്, Lന് മാറ്റം, L എത്ര തന്നെയാണ്, 12 തന്നെയാണ്. അപ്പോൾ 4 × 12 എത്രയാണ്ടാ, 48 π. രണ്ടാമത്തിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്താണ്, അവിടെ ഇക്വേഷൻ πr L തന്നെയാണ്. π × അതിൻ്റെ റേഡിയസ് എത്രയായിരുന്നു, 8 അല്ലേ. π × 8 × L എത്ര തന്നെയാണ്, L 12 തന്നെയാണ്. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും, 96 π. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ദി ബേസ് എഡ്ജ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 12 അല്ലേ. ഇപ്പോൾ ഇതെന്താണ്, 12 എന്ന് പറഞ്ഞാൽ രണ്ടാ, ബേസ് എഡ്ജ് പറഞ്ഞാൽ A അല്ലേ. ആൻഡ് ഹൈറ്റ് ഓഫ് ദിസ് പിരമിഡ്, ഈ പിരമിഡിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ എന്താണ്, അത് H ആണല്ലേ, H. ഫൈൻഡ് ദി ലെങ്ത് ഓഫ് എ സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്, സ്ലാൻഡ് ഹൈറ്റ് നമുക്ക് A അറിയാം, H അറിയാം. ഇത് രണ്ടും വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാം. സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പറഞ്ഞോ, L² ഈക്വൽ ടു H² പ്ലസ് A/2 ഹോൾ സ്ക്വയർ അല്ലേ. L² ഈക്വൽ ടു എന്താണ് പറഞ്ഞു, H² പ്ലസ് A/2 ഹോൾ സ്ക്വയർ. നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ പഠിച്ചു എന്താണ്, LH എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ, LHA അല്ലേ. അപ്പോൾ L² ഈക്വൽ ടു എന്താണ്, H² പ്ലസ് A². ഓക്കെ, അപ്പോൾ L² ഈക്വൽ ടു H² പ്ലസ് A/2 ഹോൾ സ്ക്വയർ. അപ്പോൾ H എത്രയാണ്, H ഹൈറ്റ് എത്രയാണ്, 8 ആണ്. 8² പ്ലസ് A എന്ന് പറഞ്ഞാൽ 12/2 ഹോൾ സ്ക്വയർ. സോ 8² പ്ലസ് 12/2 എന്ന് പറഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ ആണ്, 64 പ്ലസ് 36. ആൻസർ 100 എന്ന് കിട്ടും. അങ്ങനെ L എന്തായിരിക്കും, ഇവിടെ സ്ക്വയർ പുറത്തുമ്പോൾ √100. വാല്യൂ എത്രയാണ്, 10 അല്ലേ. നമുക്ക് L കിട്ടി. സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്, 10 ആണ്. കാൽക്കുലേറ്റ് ദി ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഇക്വേഷൻ ടോട്ടൽ സർഫസ് ഏരിയ TSA ഇക്വേഷൻ എന്താണ് പറഞ്ഞോ, A² പ്ലസ് 2AL അല്ലേ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ ആരാണ്, A എന്ന് പറഞ്ഞാൽ 12 ആണ്. 12² പ്ലസ് 2 × A എന്ന് പറഞ്ഞാൽ വീണ്ടും 12 ആണ്. L എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ആണ്. 12² എന്ന് പറഞ്ഞാൽ 144 പ്ലസ് 240. സോ ഫൈനൽ സം നമുക്ക് എന്ത് കിട്ടും, 384 എന്നിട്ട് 384. TS എന്ന് പറയുന്നത് എന്താണ്, 384. കാൽക്കുലേറ്റ് ദി വോളിയം ഓഫ് ദിസ് പിരമിഡ്. വോളിയം ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വോളിയം എന്താണ് പറഞ്ഞു, 1/3
എ സ്ക്വയർ എച്ച്. അപ്പോൾ 1/3 ഇൻറ്റു എ എന്ന് പറയുന്നത് എത്രയാണ്? എ 12 ഇൻറ്റു 12 സ്ക്വയർ എന്നാണ്. ഞാൻ 12 ഇൻറ്റു 12 എന്ന് എഴുതുകയാണ്. ഹൈറ്റ് എത്രയാണ്? 8. 12 3 കൊണ്ട് ക്യാൻസൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ 4 എന്ന് കിട്ടും അല്ലേ? 4 ഇൻറ്റു 12 ഇൻറ്റു 8 എന്ന് കിട്ടും. സോ ഫൈനൽ ആൻസർ 384 എന്ന് കിട്ടും. അടുത്ത ദിവസം നോക്കിയേ, ഇവിടെ പി എയും പി ബി എന്താണ്? ടാൻജൻ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് നമുക്ക് കണ്ട ബി എ സി നമുക്ക് ഇതാണ് വേണ്ടത്. ഇത് എത്രയായിരിക്കും ഇവിടെ? ഇത് 30 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 30 ആയിരിക്കും. നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതായത് എന്താണ് ഇത്? എന്താണ് ഒരു സർക്കിള്, എന്താണ് ഒരു കോഡ്. ഈ കോഡ് വഴി എന്താണ് ഒരു ടാൻജൻറ്റ് എന്താണ് പാസ് ചെയ്ത് പോവുകയാണ്. ഈ കോഡ് മീറ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് വഴി ഒരു ടാൻജൻറ്റ് പാസ് ചെയ്ത് പോകും. ഇവിടുത്തെ ആംഗിൾ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഈ കോഡ് ഇവിടെ എന്താണ് സർക്കിളിൽ മേക്ക് ചെയ്യുന്ന ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ എക്സ് ഡിഗ്രി. എത്ര ഡിഗ്രി ആയിരിക്കും? എക്സ് ഡിഗ്രി. പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് എന്താണ്? ഇവിടെ ഇതാ ഒരു ടാൻജൻറ്റ്, പി എ ടാൻജൻ്റ് ആണ്. അവിടെ എന്താണ് ഒരു കോഡാണ് എ സി. അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 40 ആണെങ്കിൽ ഇവിടെ 40 ആണെങ്കിൽ ഉറപ്പായിട്ട് ആ എന്താണ് കോഡ് മേക്ക് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് ഇവിടെ അല്ലേ? അപ്പോൾ ഇത് എത്രയായിരിക്കും? 40 ആയിരിക്കും. അതുപോലെ തന്നെ പി ബി എന്താണ്? ഒരു ടാൻജൻ്റ് ആണ്. അവിടെ ബി സി എന്ന് പറയുന്ന കോഡ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറയുന്ന കോഡ് ഇവിടെ മേക്ക് ചെയ്യുന്ന ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ അതും 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബി എ സി എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. അടുത്ത എ ബി സി എത്ര ഡിഗ്രി ആണ്ട? അത് 40 ഡിഗ്രി. നോക്കിയേ, 30 + 40 എത്ര? 70 ആയില്ലേ? 70. ഇവിടെയും 30 + 40 70 ആയില്ലേ? കാരണം എന്ത് ട്രയാങ്കിളാണ് അത്? ഈ പി എ ബി എന്ത് ട്രയാങ്കിളാണ്? ഒരു ഐസോസെലസ് ആണ്. അപ്പം 90യിൽ നിന്ന് 70 പോയി ഇവിടെ ഇത് ഫുള്ള് 90 ആണ്. ഇത് ഫുള്ള് എത്രയാണ്ട? 90. അപ്പോൾ ഇത് എത്രയാണ്? 20 വരണം അല്ലേ? ഇവിടെ ഇത് ഫുള്ള് 90 ആണല്ലേ? 30 + 40 എന്താണ്? 70 ആണെങ്കിൽ ഇത് എത്ര വരണം? 20 വരണം. അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടി. ഒ എ ബിയും ഒ ബി എയും ഒ എ ബി എത്ര ഡിഗ്രിയാണ്? അത് 20 ഡിഗ്രിയാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ആംഗിൾ ഡി വേണം അല്ലേ? 20 + 20 എന്താണ്? 40 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 - 40. 180 - 40 എത്രയാണ്? 140. ഇത് 140 ആണ്. 140യുടെ ഹാഫ് ആയിരിക്കും ഇവിടെ വരുന്നത് അല്ലേ? 140യുടെ ഹാഫ് എത്രയാണ്? 140/2 എത്രയാണ്? 70. ആ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇതെന്ത് ചെയ്യുക? നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. അടുത്ത വരുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ ആശംസകളും ഞാൻ അർപ്പിക്കുകയാണ്. നല്ല രീതിയിൽ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, പോയി എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടൊക്കെ മീറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.